പുരുഷന്മാരെ, നിങ്ങളുടെ ഭാര്യമാർ കൃഷിയിടമാണ്. അവിടെയാണ് മക്കൾ കൃഷി ചെയ്യപ്പെടുന്നതെങ്കിൽ അതിന് വിത്ത് നൽകുന്നത് പുരുഷന്മാരാണ്. എന്തിനാണ് അല്ലാഹു തആല ഇങ്ങനെ വിശുദ്ധ ഖുർആനിലൂടെ നമ്മുടെ ശ്രദ്ധ ക്ഷണിച്ചത്? ഒരുപാട് ആലോചിച്ച് ചിന്തിച്ച് ആസൂത്രിതമായി വേണം സന്താനോൽപാദനം മുതൽ അങ്ങോട്ടുള്ള മുഴുവൻ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ തന്നെയാണ്. നല്ല പ്രത്യുൽപ്പന്നം നൽകുന്ന ഒരു കൃഷി നമുക്കുണ്ടാകണമെങ്കിൽ, നന്നായി വിളവെടുക്കാൻ സാധിക്കുന്ന ഒരു വാഴ നമുക്ക് നട്ടുപിടിപ്പിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നെല്ല് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്തെല്ലാം കാര്യം ശ്രദ്ധിക്കണം? ഒന്ന്, അതിന് ഉപയോഗിക്കുന്നത് ഗുണമേന്മയുള്ള വിത്തായിരിക്കും. രണ്ടാമതായി, അത് കൃഷി ചെയ്യാൻ തെരഞ്ഞെടുക്കുന്ന ഭൂമി നല്ല വളക്കൂറുള്ള മണ്ണായിരിക്കും. മൂന്നാമതായി, കൃഷി ചെയ്യുന്നത് അതിന് യോജ്യമായ സീസണിലായിരിക്കണം. നാലാമതായി, തുടർന്ന് അങ്ങോട്ട് ഓരോ നിമിഷവും നിരന്തരമായ ശ്രദ്ധയും പരിചരണവും അതിനുണ്ടായിരിക്കണം. ഇതുപോലെയാണ് ഏതൊരാളുടെയും സന്താനമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു, നാം മക്കൾ കേടുവന്നു പോകുന്നതിനെ സംബന്ധിച്ച് എപ്പോഴാണ് ചിന്തിക്കാറുള്ളത്? SSLC-യും കഴിഞ്ഞ് ഇനി തൊടുപ്പിൽ വളയുന്നില്ല, നമ്മൾ വിചാരിച്ചിടത്തേക്ക് കിട്ടുന്നില്ല, അനുസരണയില്ല, രക്ഷിതാക്കളുടെ കൈവിട്ടു പോകുന്ന അവസരം വരുമ്പോൾ ഇതുപോലുള്ള വാഴകളിൽ വന്ന് ദ്വാരക്കണമെന്ന് പറയാനോ ഏതെങ്കിലും ഉസ്താദുമാരെ കണ്ട് വേവലാതി ബോധിപ്പിക്കാനോ ആണ് നമ്മളിൽ പലരും ശ്രമിക്കാറുള്ളത്. വളരെ നേരത്തെ തന്നെ ചിന്തിച്ച് ആലോചിച്ച് കരുക്കൾ നീക്കിയെങ്കിൽ മാത്രമേ ഗുണമേന്മയുള്ള മക്കൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കൃഷിപ്പണിയോട് ഇതിനെ ഉപമിച്ചു പറഞ്ഞതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിത്തുഗുണം 10 ഗുണം എന്ന് പഴമക്കാർ പറയാറ്. വിത്തിന്റെ ഗുണം പോലെയാണ് അതിലൂടെ വരുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഗുണമുണ്ടാകുക. ഒരു തെങ്ങിന് നമ്മൾ കൃഷി ചെയ്യുകയാണ്, തൈ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ഗുണമേന്മയുള്ള തെങ്ങിന്റെ ഗുണമേന്മയുള്ള തേങ്ങ എടുത്തുകൊണ്ടായിരിക്കും. ഏതെങ്കിലും പറമ്പിൽ അപ്രത്യക്ഷമായി പോയ, അല്ലെങ്കിൽ ആ സമയത്ത് കൊഴിഞ്ഞു വീണ ഒരു തേങ്ങ മുളച്ച് തൈയുണ്ടായത് കണ്ടാൽ വലിയ കോളാക്കി അതെടുത്ത് കുഴിച്ചിട്ട് കാര്യമില്ല. ചിലപ്പം ഒരുപാട് വലിപ്പം കൊണ്ട് വെച്ചു കായൊന്നുണ്ടാവും. ഫലം തരുന്നതാവണമെങ്കിൽ തൈക്ക് ഉപയോഗിക്കുന്ന വിത്ത് നന്നാവണം. ഉമ്മയും ബാപ്പയും ഒരർത്ഥത്തിൽ ഇവിടെ വിത്തും വിളനിലവുമാണ്. അവരുടെ ഗുണമേന്മ തീർച്ചയായും അവരുടെ മക്കളിലൂടെ നമുക്ക് കാണാൻ കഴിയുമെന്നതുകൊണ്ട് തന്നെ നല്ല മക്കളുണ്ടാകുന്നതിൽ മാതാപിതാക്കളുടെ ഗുണമേന്മക്ക് വലിയ പങ്കുണ്ട്. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇയ്യാകും വഖളറാദമിൻ, പടുമുളകളെ നിങ്ങൾ സൂക്ഷിക്കണം. ഇത് പറയുന്നത് ഇണയെ തെരഞ്ഞെടുക്കുന്നതിനെ സംബന്ധിച്ച് പരാമർശിച്ചപ്പോഴാണ്. ഒരാൾ ഭാര്യയെ തിരയുന്നു, ഭർത്താവിനെ അന്വേഷിക്കുന്നു. ഈ സമയത്ത് രണ്ടു കൂട്ടരും ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഗുണമേന്മയുള്ളവരായിരിക്കണം ഇണയും തുണയും.
അപ്പോഴേ നന്മ നിറഞ്ഞ മക്കളുണ്ടാകൂ. അതിനാൽ മുത്തുനബി പറയുന്നു, നിങ്ങൾ പടുമുളകളെ സൂക്ഷിക്കണേ. കാരണം ഇതൊരു കാർഷിക വൃത്തി പോലെയാണല്ലോ. അതിനാൽ നിബിധങ്ങൾ അവിടെയും പറയുന്ന ഉദാഹരണം അത് തന്നെയാണ്. സാധാരണ നമ്മൾ മനഃപൂർവം ഒരു ചെടി അല്ലെങ്കിൽ ഒരു കൃഷി അത് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ടാകുന്നതാണ്, അങ്ങനെ കുഴിച്ചിട്ടുണ്ടാകുന്നത്. അതേ സമയത്ത് പച്ചക്കറി അരിഞ്ഞ് അതിന്റെ വേസ്റ്റ് നമ്മൾ അടുക്കള തോട്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞാൽ അവിടെ നിന്ന് യാദൃശികമായി മുളച്ചുണ്ടാകുന്നത് അതിനാണ് പടോള. നമ്മളെ നാട്ടിൽ പടോള അങ്ങനെ പടോള മുളച്ചതാണെങ്കിലും ചില സമയത്ത് അതിന്മേൽ മത്തൻ ഉണ്ടായിട്ട് കണ്ടു വല്ലാത്ത പ്രവാഹനമായിരിക്കും, നന്നായി കായുണ്ടാവും. കുഴിച്ചിട്ടേ ചിലപ്പോൾ അങ്ങനെ ഉണ്ടായിക്കൊള്ളുന്നില്ല, അങ്ങനെ സംഭവിക്കും. എന്നാൽ ആ പടോള മുളച്ചത് അത് നിങ്ങൾ എടുക്കരുത്. ഇണയെ തെരഞ്ഞെടുക്കുമ്പോൾ എന്താണ് ഈ പടുമുള മുളച്ചതിന്റെ സ്ഥാനത്തുള്ള ഇണ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അൽ മർഅത്തുൽ ഹസനാ മിമ്മൻ ബിത്തിസൂ. മോശപ്പെട്ട കുടുംബ പശ്ചാത്തലത്തിൽ ജനിച്ച സൗന്ദര്യമുള്ള പെൺകുട്ടിയാണ് അല്ലെങ്കിൽ ആൺകുട്ടിയാണ്, ആരാണെങ്കിലും രണ്ടുപേർക്കും ബാധകമാണ്. കാഴ്ചക്ക് നന്നായി ഉഷാറാണ്, പക്ഷേ കുടുംബപരമായി ധാർമ്മികമായി സദാചാരപരമായി തീരെ നിലവാരം കുറവാണ്. അങ്ങനെയുള്ളത് പടുമുളയുടെ സ്ഥാനത്താണ്. അത്തരം വിത്തുപയോഗിച്ചുകൊണ്ടാണോ നിങ്ങൾ വിളവെടുക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ തീർച്ചയായും അത് നല്ല വിളവ് നിങ്ങൾക്ക് തരുകയില്ല. മക്കൾ നന്നാവാൻ, കേടുവന്നു പോകാൻ കാരണം ഒന്ന് വിത്ത് മോശമായിട്ടാണ്. നല്ല വിത്താണ് നല്ല മക്കൾ. വിത്ത് മോശമായാൽ അതിനനുസരിച്ച് മക്കൾ വരികയും. അപ്പൊ ആണും പെണ്ണും ഉമ്മയും ബാപ്പയും നന്നാവണം. അനാവശ്യവും തോന്നിവാസവും ചെയ്തു നടക്കുന്ന കാലത്ത് മാതാപിതാക്കൾക്കുണ്ടാകുന്ന മക്കൾക്ക് അതേ സ്വഭാവം ഉണ്ടാവും. കള്ളും കുടിച്ചു വന്നാണോ ഒരാള് ഉൽപാദന പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതെങ്കിൽ അതിന്റെ എല്ലാ സ്വഭാവങ്ങളും അതിലൂടെ ഉണ്ടാകുന്ന ഉൽപ്പന്നത്തിനുണ്ടാവും. അനാവശ്യം കണ്ട ആവേശത്തിലാണോ ഈ പ്രക്രിയയിൽ ഏർപ്പെടുന്നതെങ്കിൽ ആ തിന്മകൾ മുഴുവനും അതിലൂടെ ഉണ്ടാകുന്ന മക്കൾക്കുണ്ടാകും. മാതാപിതാക്കളുടെ ധാർമ്മികമായ ബോധവും അതേ സമയത്ത് ഈ പ്രക്രിയയിൽ ഏർപ്പെടുമ്പോഴുള്ള അവരുടെ ആത്മീയമായ ബോധവും, ഇത് രണ്ടും അവരുടെ മക്കളിലേക്ക് പ്രതിഫലിക്കും എന്നതിനാൽ മക്കൾ എന്തുകൊണ്ട് കേടുവന്നു പോകുന്നു എന്ന ചോദ്യത്തിന് ഗുണമേന്മയുള്ള വിത്ത് അല്ലാത്തത് കൊണ്ടാണ് എന്നാണ് ഒന്നാമത്തെ ഉത്തരം. നല്ല ഗുണമേന്മയുള്ള വിത്തും വിളനിലവുമാണ്. അതേ സമയത്ത് തന്നെ വിളവിറക്കുന്നത് നല്ല അനുകൂല കാലാവസ്ഥയിലുമായിരിക്കണം, എങ്കിലേ നല്ല മക്കൾ. എന്താ നല്ല മക്കൾ എന്ന് പറഞ്ഞാൽ? നല്ല മക്കൾ എന്ന് പറഞ്ഞാൽ ഒന്ന്, നല്ല ആരോഗ്യമുള്ളവരാണ്. എല്ലാവരും ആഗ്രഹിക്കുന്ന നല്ല കുട്ടിയാണ്. അനുസരണയുള്ളവരാകണം, നല്ല ബുദ്ധിയുള്ള കുട്ടികളാകണം, അംഗവൈകല്യമുള്ളവരാകരുത്, സൗന്ദര്യമുള്ള മക്കളാകണം. ഇങ്ങനെയെല്ലാമുള്ള ഒരുപാട് സങ്കല്പങ്ങളാണല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല കുട്ടി. അങ്ങനെ ഒരു നല്ല കുട്ടിയെ ജനിപ്പിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ വിത്തും വിളനിലവും നല്ലതാകുന്നതോടൊപ്പം തന്നെ കൃഷി ഇറക്കുന്ന സന്ദർഭവും സാഹചര്യവും നന്നായിരിക്കണം. ഏതെങ്കിലും ക്ഷീണമുള്ള, താല്പര്യമില്ലാത്ത, രോഗമുള്ള അവസ്ഥയിൽ ഈ ഉൽപാദന പ്രക്രിയയിൽ ഏർപ്പെട്ടു പോയാൽ ആ സമയത്തുണ്ടാകുന്ന കുട്ടികൾക്കും ഗുണമേന്മ കുറയും. ഉൽപാദനം ഉദ്ദേശിക്കുന്ന ബന്ധം ആസൂത്രിതമായിട്ടായിരിക്കണം, യാദൃശികമായ. ഇപ്പം ഭാര്യക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവട്ടെ.
അങ്ങനെ യാദൃശ്ചികമായി സംഭവിച്ചു പോയാൽ അതിനനുസരിച്ച് മക്കളുണ്ടാവും. ഭാര്യക്കും ഭർത്താവിനും നല്ല ആരോഗ്യമുള്ള, ശാരീരികവും മാനസികവുമായി ഉന്മേഷമുള്ള സമയത്താണോ ഉൽപാദന പ്രവർത്തനം നടക്കുന്നതെങ്കിൽ ആ സമയത്ത് ഉണ്ടാകുന്ന കുട്ടികൾക്ക് അതിന്റെ ഗുണമേന്മ ഉണ്ടാകും. രോഗമായി കിടക്കുമ്പോൾ, മാനസിക ടെൻഷൻ അനുഭവിക്കുമ്പോൾ, വേറെ ഏതെങ്കിലും താല്പര്യമില്ലാത്ത സന്ദർഭത്തിലോ ആണ് എങ്കിൽ അതിന്റെ എല്ലാ ഉന്മേഷക്കുറവും ഈ കുട്ടികളിലേക്കും ഉണ്ടാകും. അതുകൊണ്ട് സാഹചര്യവും സന്ദർഭവും കാലാവസ്ഥയും പരിഗണിച്ചായിരിക്കണം ഈ വിത്തിറക്കേണ്ടത്. അങ്ങനെ ഇത് നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് നല്ല കുട്ടിയായി നമ്മുടെ മക്കൾ ജനിക്കണമെങ്കിൽ ഗർഭിണിയായ സമയം മുതൽ കൂടുതൽ ജാഗ്രതയോടെ മുന്നോട്ട് പോകണം. പ്രധാനമായും നമ്മളൊരു വിത്ത് കുഴിച്ചിട്ടാൽ ആ സമയത്ത് തിരിഞ്ഞു നോക്കാതിരുന്നാൽ പിന്നെ അത് നമുക്ക് കിട്ടില്ല. ഗർഭിണിയായി എന്ന് കേട്ടാൽ പ്രസവിക്കാവുമ്പല്ലേ ഞങ്ങൾ വരാം എന്ന് പറഞ്ഞ് മുങ്ങാനൊന്നും പറ്റില്ല. നല്ല പരിചരണം വേണം. ഒരു കൃഷിയെ നമ്മൾ എത്രമാത്രം സൂക്ഷിക്കുന്നുവോ അതിനേക്കാളേറെ സൂക്ഷിക്കണം ഒരു കുഞ്ഞിനെ. ഭാര്യ ഗർഭിണിയായി കഴിഞ്ഞാൽ ആരോഗ്യമുള്ള, സൗന്ദര്യമുള്ള, ബുദ്ധിശക്തിയുള്ള, അനുസരണയുള്ള നല്ല കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുന്നവർ ഭാര്യമാർക്ക് ഗുണമേന്മയുള്ള ആഹാരം നൽകണം, നല്ല ഭക്ഷണം കൊടുക്കണം. ഗർഭിണികളുടെ നല്ല ആഹാരം കഴിക്കുക എന്നത് ഇന്ന് പലരും ശ്രദ്ധിക്കാറില്ല. പരിശോധനയിൽ പിന്നീട് രക്തക്കുറവുണ്ട്, പോഷകക്കുറവുണ്ട് എന്ന് കണ്ടെത്തി അതിന് നികത്താൻ വേണ്ടി മരുന്ന് കുടിക്കുന്ന അവസ്ഥയാണ് ഇന്നുള്ളത്. അത് തീർത്തും അപകടകരമാണ്. മരുന്നിന് പകരം ഗർഭിണികൾക്ക് സമീകൃത ആഹാരം നൽകാൻ നമ്മൾ പരിശ്രമിക്കണം. അവിടെയാണ് നമ്മുടെ ഉമ്മമാർക്ക്, നമ്മുടെ കുട്ടികൾക്ക് ആരോഗ്യമുള്ള മക്കളായി അവരെ ജനിപ്പിക്കാൻ നമുക്ക് കഴിയുക. നല്ല സമീകൃത ആഹാരം ഗർഭിണികൾക്ക് കൊടുക്കണം. സാധാരണ ഒരാൾ തിന്നുന്ന ആഹാരം പോരാ, ഈ വിത്ത് കൂടി നമ്മളെ ഓർമ്മയിൽ ഉണ്ടാവണം. അങ്ങനെ ഒരു സാധാരണ വെച്ചിട്ടുണ്ടല്ലോ, അത് നന്നായി വളരണമെങ്കിൽ അതിന് വേണ്ട വിഭവങ്ങൾ കൂടി ഇവിടെ കൊടുക്കണം. അമ്മായിമാരാണ് ഈ കുറച്ചുകൂടി ജാഗ്രത പുലർത്തേണ്ടത്. ആൺകുട്ടികളെങ്കിലൊക്കെ സ്പെഷ്യല് ഗർഭിണികൾക്ക് കൊണ്ടുകൊടുക്കുമ്പോൾ നാത്തുമാരും സഹകരിക്കണം. അവിടെ അസൂയ കാണിച്ച് ആരും അതിന്റെ പേരിൽ ഒരു ബഹളവും കുഴപ്പവും ഉണ്ടാക്കി എല്ലാവരും സഹകരിച്ച് ഗർഭിണികളോട് ആർദ്രത കാണിച്ച് ആ സമയത്ത് നല്ല ആഹാരം അവർക്ക് എത്തിച്ചു കൊടുക്കണം. അതിലെല്ലാ ഐറ്റവും ഉണ്ടാവും. ഈ വെള്ളയുള്ള പണല്ല, ചോറ് ചേർത്തുന്ന ആളാ എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള ചോറ് മുഴുവൻ ഓളം തീറ്റിപ്പിക്കുക. അങ്ങനെ സമീകൃത ആഹാരം എന്ന് പറഞ്ഞാൽ എല്ലാ ജാതിയിലും പെടണം. ആവശ്യത്തിന് ധാന്യാഹാരം വേണം, പച്ചക്കറികൾ വേണം, പയറുവർഗ്ഗങ്ങൾ, നാട്ടുപുറത്ത് കിട്ടുന്ന ഇലക്കറികൾ, മലക്കറികൾ, അത്യാവശ്യത്തിന് മാംസം, മത്സ്യം, ഇങ്ങനത്തെല്ലാം ഉൾപ്പെടുത്തും. എന്നും ഒരേ മീൻ ചോറും അല്ലെ പൂളി അങ്ങനെ പോകരുത്. എല്ലാ ജാതി ആഹാരങ്ങളും കഴിക്കുമ്പോഴാണ് ആവശ്യമുള്ള എല്ലാ പോഷകങ്ങളും നമുക്ക്. നമ്മൾ ഈ മണ്ണിൽ നിന്നുണ്ടായ മനുഷ്യൻ, ഈ മണ്ണിൽ പലതരത്തിലും നമുക്കുള്ള ആഹാരം വെച്ചിട്ടുണ്ട്. മണ്ണിന്റെ അടിയിൽ വെച്ച ആഹാരം, കിഴങ്ങുകൾ, മരത്തിന്റെ മേലെ വെച്ചതുണ്ട്, കർമ്മൂസയും ചക്കയും മാങ്ങയും തേങ്ങയും. ഇതുപോലെ ചെടികളിൽ വെച്ചതുണ്ട്, വഴികളിലുള്ളതുണ്ട്. ഇതൊക്കെ നമ്മളെ ശരീരത്തിന് ആവശ്യമുള്ള പലതരത്തിലുള്ള പോഷകങ്ങൾ തരുന്ന വിഭവങ്ങളാണ്. ഇതൊക്കെ ഇടവിട്ട് ആഹാരത്തിലേക്ക് ഉൾപ്പെടുത്തിയാൽ നല്ല ആരോഗ്യമുള്ള മക്കളെ ഉത്പാദിപ്പിക്കാൻ കഴിയും. ഇത് ശ്രദ്ധിക്കണം. ഗർഭകാലത്ത് രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മരുന്നിന്റെ ഉപയോഗം പൂർണ്ണമായും നിർത്തിവെക്കണം.
വളരെ അനിവാര്യമായ ഘട്ടത്തിൽ മാത്രം ഡോക്ടർമാരുടെ സമ്മതത്തോടുകൂടി മാത്രമേ ഗർഭിണികൾ മരുന്ന് കഴിക്കാൻ പാടുള്ളൂ. എന്താണ് കാരണം? ഭക്ഷണം കഴിക്കുന്നത് മക്കൾക്ക് ഗുണകരമാകുമെന്ന് നമ്മൾ പറഞ്ഞതുപോലെ ഗർഭിണി കഴിക്കുന്ന മരുന്നിന്റെ സൈഡ് എഫക്ട് ഈ കുട്ടിയെ തീർത്തും പ്രതികൂലമായി ബാധിക്കും. പ്രത്യേകിച്ച് വേദന സഹായികൾ, പനിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നുകൾ, ഇതൊക്കെ ഗർഭമില്ലാത്തവർക്ക് തന്നെ മാരകമായ പ്രത്യാഘാതം മരുന്നുകളാണ്, തെളിയിക്കപ്പെട്ടുള്ളതാണ്. അതുകൊണ്ട് ഇംഗ്ലീഷ് മരുന്ന് മാത്രമല്ല മറ്റു മരുന്നുകളും പരമാവധി ഗർഭകാലത്ത് നിർത്തിവെക്കണം, ഉപയോഗിക്കരുത്. ആരോഗ്യത്തിന് ആവശ്യമായ പോഷകമൂല്യമുള്ള നല്ല വിഭവങ്ങൾ കഴിച്ചുകൊണ്ട് എല്ലാ പോരായ്മകളും പരിഹരിച്ചുകൊണ്ടാണ് പോകേണ്ടത്. സ്വകാര്യമായി ഡോക്ടർമാരോട് ചോദിച്ചാൽ അവരിതന്നെ പറയാ, ഗർഭിണി അങ്ങനെ മരുന്ന് കഴിക്കാൻ പാടില്ല, അത് വലിയ അപകടം ചെയ്യും, അവരുടെ കുട്ടിക്ക് മാരകമായ പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് മാത്രമല്ല ജനിക്കുന്നത് തന്നെ ഈ ഇംഗ്ലീഷ് മരുന്നിന്റെ അടിമയായിട്ടായി. അതുകൊണ്ട് ഗർഭിണികൾക്ക് മരുന്ന് കൊടുക്കുന്ന ഒരവസ്ഥയില്ലാതെ അവരെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാനുള്ള ശ്രമമാണ് ഉണ്ടാകേണ്ടത്. അതിന് നല്ല സമീകൃത ആഹാരം കൊടുക്കുക. മൂന്നാമതായി, ഈ കുട്ടി ഉമ്മയുടെ ഗർഭാശയത്തിൽ വളരുമ്പോൾ നല്ല മക്കളെ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഗർഭിണിക്ക് നല്ല സമാധാനം കൊടുക്കണം. ശാന്തമായ അന്തരീക്ഷത്തിലായിരിക്കണം ഈ 9 മാസവും അല്ലെങ്കിൽ 10 മാസത്തോളം അവൾ ജീവിക്കേണ്ടത്. മനസ്സിലുണ്ടാകുന്ന സംഘർഷം വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ പ്രതികൂലമായി ബാധിക്കുന്നു. അത് കുട്ടികളുടെ അംഗവൈകല്യം മുതൽ ബുദ്ധിമാന്ദ്യം വരെയുള്ള രോഗത്തിന് കാരണമാണ് പരീക്ഷണങ്ങളിലൂടെ തെളിഞ്ഞിട്ടുണ്ട്. അതിനാൽ ഗർഭമുള്ള സ്ത്രീകളെ ഒരിക്കലും ആരും മാനസികമായോ ശാരീരികമായോ വേദനിപ്പിക്കരുത്. വിദേശത്ത് ജോലി ചെയ്യുന്ന ചിലർക്ക് ഒരു വിനോദമുണ്ട്. ഗർഭിണിയായ ഭാര്യ അവൾ നാട്ടിലാണ്, നിസ്സാരമായ കാര്യത്തിന്റെ പേരിൽ പോലും മാസങ്ങളോളം ഫോൺ പോലും വിളിക്കാതെ, വേറെ ബന്ധങ്ങളൊന്നുമില്ല, അയാൾ ഒരു സമാധാന വാക്കോ ഗർഭമുണ്ടാകുന്ന സമയത്ത് ഒരു ഗർഭിണി ആഗ്രഹിക്കുന്നത് ഭർത്താവിന്റെ സമാധാനവും സ്നേഹവായ്പകളുമാണ്. അതൊന്നും കൊടുക്കാനുള്ള സാന്നിധ്യം ഇല്ലാത്തവന് വെറും ഫോൺ കോളുകളിലൂടെയാണ് ആകെ സാന്ത്വനം നൽകാനുള്ളത്. അതിനു പോലും മുതിരാതെ അവളുമായി തെറ്റിയിട്ട് ഗർഭകാലം മുന്നോട്ട് കൊണ്ടുപോകേണ്ട അവസ്ഥ ഉണ്ടായാൽ ചിന്തിക്കണം, ആ മനസ്സ് വേദനിക്കുന്ന നിങ്ങളുടെ ഭാര്യയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് അത് ഒരു പക്ഷേ നിങ്ങളെ സന്തോഷിക്കുന്ന മകനായോ മകളായോ ജനിച്ചേക്കണമെന്നില്ല. കാരണം ഗർഭകാല മനസ്സംഘർഷം ഈ കുരുന്നുകളെ സാരമായി ബാധിക്കും. അതിനാൽ അത്തരത്തിലുള്ള ഒരു മാനസിക പ്രയാസം ഉണ്ടാകുന്ന പെരുമാറ്റം അവരോട് കാണിക്കരുത്. സ്ത്രീധനം അന്ന് കൊടുക്കാൻ നേരിട്ടുണ്ടാവില്ല. ചില ആളുകൾ കല്യാണം കിട്ടുന്ന ആൾക്കാരുണ്ടാവും, കുറി കൂടിയ മാതിരിയാണ്. ചിലർക്ക് കുറെ കഴിഞ്ഞിട്ടേ കിട്ടും. അങ്ങനെ പെട്ടെന്ന് നറുകിട്ടിയാല് അമ്മായിമ്മ പറയുന്നേ, തള്ളയും കുട്ടിയും വേർപിരിഞ്ഞുപോയാൽ ഞാൻ പറഞ്ഞു കിട്ടൂല, അതുകൊണ്ട് അതങ്ങോട്ട് വാങ്ങിക്കോ. ഇവിടെ കല്യാണത്തിന് കടന്നെ കൂടിയിട്ടില്ല, അറുപതുകാരൻ കത്തിയായിട്ടാണ്, ജ്വല്ലറിക്കാരൻ പിന്നെ കമ്പിയായിട്ടാണ്, ഓരോരുത്തരും ഓരോ കോലത്തില. അതിന്റെ ഇടയില് നേരത്തെ പറഞ്ഞത് ഇനി ഇപ്പം തന്നെ കിട്ടണമെന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് എന്തായാലും അത് കൊടുക്കാൻ കഴിയും. ഒരേ സമയത്ത് എല്ലാ സ്ഥലത്തു നിന്നും ഈ പെൺകുട്ടിക്ക് അസ്വസ്ഥത അനുഭവപ്പെടുക. ഭർതൃഗൃഹത്തിലും സ്വന്തം വീട്ടിലും സമാധാനമില്ല. ഇങ്ങനെ ഗർഭിണിയായ ഒരു പെൺകുട്ടിയെ മാനസികമായി വേദനിപ്പിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പണത്തേക്കാൾ എത്രയോ പണച്ചെലവ് ഒരു പക്ഷേ നിങ്ങളുടെ കുട്ടിയിലൂടെ നിങ്ങൾക്ക് വന്നേക്കാം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരു വൈകല്യം പോലെ ഒരു കുട്ടിക്ക്, എന്നാൽ അതിന്റെ പേരിൽ എത്ര നമ്മൾ ടെൻഷൻ അനുഭവിക്കണം, എത്ര സമ്പത്ത് ചെലവ് ചെയ്യണം. അല്ലാഹു നമ്മുടെ മക്കളെ സന്തോഷം നൽകുന്ന മക്കളാക്കി തരട്ടെ. ഗർഭിണികളെ നമ്മൾ മാനസികമായി വേദനിപ്പിക്കരുത്.
ഗർഭമില്ലാത്ത സമയത്ത് മരുമക്കളോട് പെരുമാറുന്നതിനേക്കാൾ സ്നേഹത്തോടെ ആയിരിക്കണം അമ്മായിമാരോട് പെരുമാറുന്നത്. അതുകൊണ്ടല്ലേ നമ്മളെ പഴമക്കാര് ഗർഭവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചടങ്ങുകൾ സംഘടിപ്പിക്കാറുണ്ട്. ഉണ്ടെന്ന് കേട്ടാൽ തന്നെ നിരത്തി സൽക്കാരായിരുന്നു. ഗർഭിണിയാന്ന് കേട്ടാല് പെങ്ങന്മാരെ അങ്ങോട്ട് പോകും, അമ്മായികൾ ഇങ്ങോട്ട് വിളിക്കും, അമ്മമാരെ അങ്ങോട്ട് വിളിക്കും. ഇതൊക്കെ എന്തിനാണ്? അവരെ മനസ്സ് സന്തോഷിപ്പിക്കാൻ. പിന്നെ 7 മാസമായാൽ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. പ്രത്യേകിച്ച് ആദ്യ പ്രസവമൊക്കെ ആണെങ്കിൽ അവർക്കൊരു സമാധാനം പെറ്റ ഉമ്മാന്റെ ചെല്ലുമ്പോഴാണല്ലോ. അതിനങ്ങോട്ട് കൊണ്ടുപോകും. അല്ലാതെ ഒന്നാമത്തെ പ്രസവം വീട്ടിൽ നിന്ന് പറ്റെങ്കിലേ സ്വന്തം വീട്ടിൽ നിന്ന് പറ്റെങ്കിലേ പോകുള്ളൂ എന്നതുകൊണ്ടല്ല. കാരണം ഇവർക്ക് പരിചയം കുറവാണ്. സമാധാനത്തിന് നല്ല സ്വന്തം വീടാണ്. എന്നാലും 9 മാസമാകുമ്പോ ഒരു പള്ള കാണാൻ പോകും. അതിങ്ങനെ പള്ള നോക്കലൊന്നുമല്ല, അത് അവരെ സമാധാനിക്കാനുള്ള ഒരു ചടങ്ങാണ്. അതിന് മധുരപലഹാരവും അനുഭൂതിയൊക്കെ ആയിട്ടാണ് ഭർത്താവിന്റെ വീട്ടിൽ ഇവളെ വീട്ടിൽ പോവുക. ഇങ്ങനെ പ്രസവത്തോടടുക്കുന്ന സമയം വരെ സാന്ത്വനപ്പെടുന്ന സമാധാനിപ്പിക്കുന്ന ചടങ്ങുകൾ പഴമക്കാര് നിലനിർത്തി പോകുന്നത് ഗർഭിണിയോടുള്ള സ്നേഹത്തോടെയുള്ള പെരുമാറ്റം നിലനിർത്താൻ വേണ്ടിയാണ്. അത് നമ്മൾ മറക്കരുത്. നമ്മുടെ മക്കൾ നന്നാവാൻ ആവശ്യമാണ്. ഇനി 4ാമതായി, ഗർഭകാലത്ത് ഇവരുടെ ശരീരത്തിന് ആവശ്യമായ വ്യായാമം ലഭിക്കണം. എന്നെങ്കിലേ ആരോഗ്യമുള്ള കുട്ടിയും സുഖപ്രസവവും സംഭവിക്കുകയുള്ളൂ. ഗർഭിണിയെന്ന് പറഞ്ഞ് സ്നേഹവായ്പകളൊക്കെ ഏറ്റുവാങ്ങിയിട്ട് ഗർഭമുള്ള പൊരയിൽ ഇങ്ങനെ ഒരുങ്ങി കുത്തിർക്കരുത്. അവിടെ ഇരുന്നാൽ പ്രസവിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. മാത്രമല്ല കുട്ടികളുടെ ആരോഗ്യത്തെയും അത് ബാധിക്കും. ഗർഭകാലത്ത് വീട്ടിലുള്ള എല്ലാ ജോലിയും എടുക്കണം. കുറച്ചൊക്കെ ശരീരം വിയർക്കണം. ഇന്ന് വീട്ടിലുള്ള ജോലി മാത്രം പോരാത്തൊരു അവസ്ഥയാണുള്ളത്. കുറച്ച് വ്യായാമങ്ങൾ ചെയ്യേണ്ട കാലം. കാരണം പൊരയിൽ നിന്ന് ആർക്കും പണിയില്ല. അങ്ങനത്തെ വലിയ പണി ഇപ്പൊ ആളുകളുള്ള വിരലുകൊണ്ടുള്ള പണികൾ മാത്രം അല്ലേ? ചൂണ്ടുവരൽ മാത്രമല്ലേ ആളുകൾ പെണ്ണുങ്ങളെ. പണ്ടൊക്കെ വെള്ളം വേണമെന്ന് പറഞ്ഞാൽ അവരാന്റെ പറമ്പിൽ കിണറുണ്ടോ? ഇല്ല. കിണറ് ആകെ 10-20 പേർക്ക് ഒരു കിണറാണുള്ളത്. അവിടെ പാളയും കയറുവാണ്. അവിടെ പോയി നിന്ന് വെള്ളം ഇങ്ങനെ വലിച്ചാൽ പകുതി പുറത്താ. അങ്ങനത്തെ പാളയും പണ്ടുണ്ടായി. അതുകൊണ്ട് ഇങ്ങനെ കുതിരട്ട് നടക്കണം. അങ്ങനെ നിറച്ചിട്ട് അത് ഉരമല് വെച്ചിട്ട് കയറ്റം കയറിയും കുന്നിറങ്ങിയൊക്കെ വെള്ളം കൊണ്ടുവന്നു. ഇന്ന് വെള്ളം തീർക്കണോ എന്ന് പറഞ്ഞാൽ എല്ലാ റൂമിലും വെള്ളം തടി അളകിയ. പണ്ട് വിറകെങ്ങനെയാണ് മലയിൽ പോയി വീട്ടിലുള്ളത് മുറിച്ച് തള്ളിയിട്ടിട്ട് ഓടാടിയെടുത്ത് പെണ്ണുങ്ങളെ കൊത്തിറല. അങ്ങനെ ഇരുന്ന് അടുപ്പ് ഇരുന്നടുപ്പാണെന്നുണ്ട്. അതിൽ വെച്ച് ഇങ്ങനെ ഊതി 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 കത്തുമ്പോ കൊറേ ഊതുമ്പോ ആ വർഗ്ഗം വിളിച്ചാട്ടും. അത്ര തന്നെ. അങ്ങനെ പച്ച വിറക് കത്തിച്ചിട്ടാണ് ചോറ് കൂട്ടാനും ഉണ്ടാക്കി. ഇന്ന് വിറകുണ്ട്. ഇന്ന് ഭക്ഷണം ഉണ്ടാക്കണം അല്ലേ? ഒറ്റ തിരിച്ചാൽ പിന്നെ ഇങ്ങനെ ഒരു നിൽക്കും. എവിടെ കയ്യും കാലും അടങ്ങണേ? പിന്നെ അമ്മിക്കുട്ടി അമ്മിയൊക്കെ ഇതൊക്കെ പുരാവസ്തു പ്രദർശനത്തിലെ നമ്മൾ കാണുന്നു. ഒരേ അമ്മനെ കണ്ട് അമ്മിയുണ്ടില്ല. കാരണം അങ്ങനത്തെ സാധനം ഉപയോഗിക്കുന്നില്ല, അരക്കുന്നില്ല. ഒലക്ക പറഞ്ഞാൽ ഉപയോഗിക്കാന്നല്ലാതെ അതൊന്നും ഉപയോഗത്തിലില്ല. ഇടിക്കലില്ല, അരക്കലില്ല. ഇതിനെന്താ പണി? ഏതാളുകൾ കൊണ്ടു ഈ ഒരു ഇത് മതിയോ ശരീരകൾ? ഇനി അലക്കാനാണ് മല്ലിടലല്ലേ തിരുമ്പണ കല്ലുമായിട്ട് കുടുക്കത്ര പൊട്ടിപ്പോയില്ലേ? ആരെങ്കിലും പോക്കുണ്ടോ?
കൊടുക്കുവാത്ത ആരും തീർന്നില്ല. ഇത് മെഷീനിൽ നിൽക്കുകയാണ്, പിയാൻ പോലും മെഷീനിൽ ഒരു ശരീരമല്ല. ആകെ മെഷീനില്ലാത്ത മുറ്റടിച്ച യന്ത്രം മാത്രമല്ല. അതിനിപ്പോ പണ്ടൊക്കെ വലിയ ചൂലുകൊണ്ടാണ്. ആ ചൂലായാൽ പിന്നെ അതുകൊണ്ടാണ് മുറ്റടിച്ചാൽ. അതുകൊണ്ട് നൂര വളയുമായിരുന്നു അല്ലെ? മുറ്റടിച്ചാൽ നന്നായിട്ട് നൂര വളയും. ചൂലുകൊണ്ടാണ്. ഇപ്പൊ അതും ചൂല. ഇവരാരും മുണിങ്ങിട്ടാണ് അങ്ങനെ കുത്തനെ അങ്ങനെയാണ് വളയുന്നില്ല. വല്ല വ്യായാമമുണ്ടോ നമ്മുടെ ശരീരത്തിന് വേദന ഉപയോഗിച്ചു. മുട്ടുംകാലും വളഞ്ഞിലല്ലേ മുട്ടിന്റെ ആ ഇത് കിട്ടുള്ളൂ നമുക്ക്. ഒരു ജനൽ നമ്മൾ ചെയ്ത് അതിനൊരു വിജാവിനി ചെയ്താൽ തീരെ തുറന്നില്ലെങ്കിലോ എന്ന് പറയും. അതാ മുട്ടുംകാലിന് പറ്റുന്നത്. ആരും മുട്ടുംകാലിൽ വളയുന്നില്ല. പണ്ട് നമ്മൾ അടുപ്പിന് വേണ്ടി നിരത്തിയിരുന്നു, പത്തിരി പലയിരുന്നു. ഇങ്ങനെ തുടങ്ങി ചോറ് അവിടെയാണ് ഇരുന്നത്. എല്ലാം നിലത്താ. ഇന്നാരും അങ്ങനെ മുട്ട് വളഞ്ഞിരിക്കുന്നില്ല. പിന്നെ ടോയ്ലറ്റിലായിരുന്നു. അവിടെ യൂറോപ്പിൽ മുട്ടുംകാല് വളയുണ്ടോ? ഇല്ല. മുട്ടുംകാലിന് വേദന ഉണ്ടാവില്ലേ? അല്ലാഹു അവയവം നമ്മൾ ഉപയോഗിക്കണ്ടേ? അപ്പൊ ഇങ്ങനെ തീരെ അനങ്ങാതെ തിന്നുകൂടുന്നവരായതുകൊണ്ട് ഇന്ന് നമുക്ക് ഗർഭകാലത്ത് പ്രത്യേകിച്ചും ശരീരത്തിന് വ്യായാമം കൊടുത്തില്ലേ ആരോഗ്യമുള്ള കുട്ടിയുണ്ടാകൂ, സുഖപ്രസവം ഉണ്ടാകൂ. ഇത് നമ്മൾ വിസ്മരിക്കരുത്. അതുപോലെ തന്നെ ഗർഭകാലത്ത് പേടിപ്പെടുന്ന ഒരു നോവൽ പോലും വായിക്കരുത്, സിനിമകൾ കാണരുത്, ചിത്രങ്ങൾ നോക്കരുത്. അല്ലാത്ത കാലത്താണ്. പക്ഷെ ഗർഭകാലത്താകുമ്പോ ആ പേടിയും ഭയവും അത് മനസ്സിലുണ്ടാക്കുന്ന ഭീതിയും ഉദരത്തിൽ വളരുന്ന തീയെ ബാധിക്കും. അങ്ങനെ വളരെയേറെ ശ്രദ്ധിച്ചുകൊണ്ട് 9 മാസവും 9 ദിവസവും ഈ ഗർഭത്തെ സൂക്ഷിച്ചു കൊണ്ട് നടന്നില്ലേ ആരോഗ്യമുള്ള കുഞ്ഞുണ്ടാകൂ. ഇതിന് ഉമ്മയും ബാപ്പയും വീട്ടുകാരും നാട്ടുകാരും സഹകരിക്കണം. അതിന് ഗവൺമെന്റ് വലിയ പരിപാടി ആശാ പേരിൽ ഒരു ഗ്രാമത്തിൽ വാർഡിൽ വെച്ചിട്ടുണ്ട്. ഓളോട് വിവരം പറയണല്ലേ, ആ കുത്തിവെപ്പെടുത്തോ, ഇത് ചെയ്തോ, അത് ചെയ്തോ. എത്ര ജാഗ്രതയാണ്. ഇത് സാധാരണ ഒരു സംഗതിയല്ല. കാരണം മനുഷ്യൻ എന്ന് പറയുന്ന ഇവിടുത്തെ ഏറ്റവും വലിയ കൃഷി, ആ പ്രവർത്തനമാണ് ഗൗരവത്തോടെ അതിനെ ശ്രദ്ധിച്ചുകൊണ്ട് ആവശ്യമായ പരിപാലനങ്ങളും പരിചരണങ്ങളും കൊടുത്ത് 9 മാസമാകുമ്പോഴേക്ക് ഒരു കുഞ്ഞിന്റെ പൂർണ്ണ വളർച്ച, പ്രസവം നടക്കാൻ മാത്രമുള്ള വളർച്ച എത്തേണ്ട എല്ലാ പരിചരണവും കൊടുക്കണം. ഇനി ആ കുഞ്ഞ് പ്രായം കഴിഞ്ഞാൽ പുറത്തേക്ക് കടക്കാനുള്ള വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല സജ്ജീകരിക്കും. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഓ മനുഷ്യ, എങ്ങനെയാണ് ഒരു ബീജത്തിൽ നിന്നൊരു കുഞ്ഞുണ്ടാകുന്നത് നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച് അതിന്റെ വളർച്ച ഘട്ടഘട്ടമായി ക്രമീകരിച്ച് പൂർത്തീകരിക്കുന്നത് എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു പറയുന്നത് കാണാം, പിന്നെ അതിനെ പുറത്തേക്ക് ഇറക്കാനുള്ള വഴി അല്ലാഹു എളുപ്പമാക്കും. സാധാരണ ഒരു കുട്ടി ഗർഭാശയത്തിൽ കിടക്കുന്നത് തല മേലോട്ടാക്കിയിട്ടാണ്. പുറത്തേക്ക് വരാൻ സമയമാകുമ്പോ മൂപ്പര് ഓട്ടോമാറ്റിക്കായിട്ട് മറിയാണ്, തല താഴോട്ടാക്കുക. അല്ലാതെ ആണെങ്കിൽ കയ്യോ കാലോ മാത്രം പോകുന്നതിൽ പിന്നെ പ്രശ്നം. അപ്പൊ തല പോന്നാൽ ശരീരം ഉടനവാക്കി വരാൻ എളുപ്പമാണ്. ഈ ഒരു പരുവത്തിൽ അതിനെ സ്വയം അല്ലാഹു തആല ഇരിക്കുകയാണ്. ആ സമയമാകാനാകുമ്പം
സൂചന എന്ന നിലയ്ക്ക് ഏകദേശം 8 മണിക്കൂർ മുമ്പ് തന്നെ അല്ലാഹു സിഗ്നൽ തരും. ചെറിയ ചെറിയ വേദന. ആ വേദന ഒരു വലിയ റഹ്മത്താണ്. ഇത് പെട്ടെന്ന് പ്രസവിച്ചു പോവുകയാണെങ്കിൽ ചിലപ്പോൾ അങ്ങാടിയിലായിരിക്കും ഉണ്ടാകുക. വേറെ ഏതെങ്കിലും സ്ഥലത്ത് പർച്ചേസിന് കാര്യമായിരിക്കും ഉണ്ടാവുക. അപ്പൊ 8 മണിക്കൂർ മുമ്പ് തന്നെ ഇതിന്റെ സിഗ്നലും സൂചനയൊക്കെ കിട്ടിയാൽ സുരക്ഷിത കേന്ദ്രത്തിൽ എത്തിച്ചേരാനുള്ള അവസരം ഇവർക്ക് ലഭിക്കുകയാണ്. ആ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ പ്രസവവേദന ഒരു വലിയ അനുഗ്രഹമാണ്. ആ സമയമായി കഴിഞ്ഞാൽ ഇനി നമ്മളെ കുട്ടികൾക്ക് നല്ല മക്കളായി ജനിക്കണം. അതിന് പറ്റിയ സാഹചര്യമുള്ള നല്ല സ്ഥലത്തായിരിക്കും ഒരു കുഞ്ഞിന്റെ ജനനം. പഴയ കാലങ്ങളിൽ വീടുകളിൽ പ്രസവിക്കാനും അതിന് നേതൃത്വം വഹിക്കാൻ പ്രാപ്തരായ ഉണ്ടായിരുന്നു. ഇന്ന് ആ കോഴ്സൊക്കെ പ്രൊഫഷണൽ കോഴ്സായി മാറി. പണ്ട് നമ്മളെ വീട്ടില് വയറ്റാട്ടികൾ എന്ന പേര് നമ്മൾ വിളിച്ചിരുന്ന സ്ത്രീകളുടെ പണിയൊക്കെ ഇപ്പം വലിയ കോഴ്സാണ്. അത് ലക്ഷങ്ങൾ കൊടുത്ത് പഠിച്ച് ബിരുദം വാങ്ങി പ്രത്യേക യൂണിഫോം ഇട്ടവരായതുകൊണ്ട് അവരെ വീട്ടിലേക്ക് വിളിച്ചാൽ അവരവരെ ആശുപത്രി കേന്ദ്രീകരിച്ചാണുള്ളത്. അതുകൊണ്ട് ഈ കാലത്ത് പ്രസവിക്കാൻ ആശുപത്രിയിലേക്ക് പോകേണ്ടി വരികയാണ്. വീട്ടിൽ വന്ന് അതിന് സഹകരിക്കാൻ പറ്റിയ ഫലം കിട്ടാനില്ല. അവരൊക്കെ സ്ഥാനം കൂടിപ്പോയി. അപ്പൊ നമ്മൾ ആശുപത്രി പോകണം. അവിടെ ആശുപത്രി തെരഞ്ഞെടുക്കുന്ന സമയത്ത് എന്തേ ചിന്തിക്കേണ്ടതുള്ളൂ, ഇത് വല്ലാത്തൊരാപത്താണ് ആലോചിക്കണം. ആശുപത്രിയായി ചിന്തിക്കുമ്പോൾ അങ്ങനെ രണ്ട് സംഭവം. എന്താ ഈ നാട്ടുകാർക്ക് ഈ പരിസരത്തുള്ള ആശുപത്രിയെ കുറിച്ച് എപ്പോഴും പരാതിയുണ്ട്. അവിടെ ഭയങ്കര ആശുപത്രി, വെറും ചൂഷണ, അവിടുത്തെ ഡോക്ടർമാരൊന്നും കൊണല്ല എന്ന് ആ പരിസരത്തുള്ള ആൾക്കാരൊക്കെ പറയും. അവരെടുക്കാൻ പോവാ, അവര് നേരെ ദൂരെ കോഴിക്കോട്ടോ പെരിന്തൽമണ്ണക്കോ അവിടെ നല്ല ആശുപത്രിയാണ്. കാരണം അവിടെ ഉള്ളവർക്ക് അറിയില്ല. ദൂരെയുള്ള ആൾക്കാർ പറയാ ഓമശ്ശേരി പോവാ, പൂനൂര് പോവാ, അവിടെ നല്ല ആശുപത്രി ഉണ്ട്, മർക്കസിന്റെ ഹോസ്പിറ്റലാണ് എന്ന് പറഞ്ഞ് ദൂരെയുള്ള ആളുകളൊക്കെ അവിടേക്ക് വരും. ഇവിടെ ഉള്ള ആളുകൾ വേറെ സ്ഥലത്ത്. അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. പക്ഷേ ഈ പ്രസവം എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയൊരു കേസായിട്ട് കാണുന്നത്. ഇതൊരു സാധാ ജൈവപരമായ ആദം നബി ഇസ്ലാമിന്റെ കാലത്ത് തുടങ്ങിയ ഒരു പ്രക്രിയയാണ്. വല്യമ്മ ഹവ്വാ റളിയല്ലാഹു അൻഹ 40 മക്കളെ പെറ്റിട്ടുണ്ടത്രേ. 20 തവണയായി. ഓരോന്നും ഡബിള. എല്ലാ പ്രസവവും തീരണ്ടെന്ന് അന്ന് ആശുപത്രി പോയിട്ട് ഓരോ ഉണ്ടാക്കാത്ത. ഇന്നും ആന മുതൽ പൂച്ച വരെ പ്രസവിക്കുന്നു. അവരാരും ഒരു വലിയ വേദനാക്കി ആട് പ്രസവിക്കാൻ കൊടുക്കുന്നുണ്ടോ? അവരൊക്കെ ഇവിടെ എന്താ ചളിമണ്ണ് പറയല്, വെളിമണ്ണ്. കണ്ടത് കൊണ്ട് വെളിമണ്ണ്. ഈ വെളിമണ്ണയിൽ നിന്ന് ആടും. എന്നാൽ മനുഷ്യന്മാര് മാത്രം ഇതൊരു വലിയ കേസായി കണ്ട് നമ്മളെ നാട്ടിലൊന്നും പറ്റാലും ഏതോ നഗരത്തിലെ വലിയ ആശുപത്രിയിൽ പോയിട്ട് അതിന്റെ മുകളിൽ നിലയിൽ ഒരു വാശി. എന്നിട്ട് പെറ്റ് വന്നിട്ട് ഓലിങ്ങനെ ചർച്ച ചെയ്യാ. അല്ല ജീവിതത്തിൽ എത്ര റുപ്യായില്ലേ? ഓള് പറയാ 68,000 റുപ്യ. ചീപ്പ്. ഞാൻ 1,12,000 പറ്റത്. അങ്ങനെ പറയാൻ ഇങ്ങനെ ആയിരങ്ങളും ലക്ഷങ്ങളും ചെലവഴിച്ച് പ്രസംഗിച്ചിലെ പ്രസവത്തിനൊരു തോന്നലും അഹങ്കാരവും ഒക്കെ ഒരു കാലം. എന്നിട്ടാ ഇത് മതിയാക്കാൻ തോന്നുന്നു. കാരണം 1,00,000 പ്രസവിക്കാൻ ആശുപത്രി എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു 4 ദിവസം പരിചരിക്കാനാണ് ആള് കൊടുക്കണം. ഇങ്ങനെ ആകുമ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഭാരമായി മാറുന്നത്. ഇതങ്ങനെ നമ്മളൊരു വലിയ കേസായി കാണുന്നത്. വല്യാപ്പാരോടൊക്കെ ചോദിച്ചു, അമ്മമാരോടൊക്കെ കലണ്ടർ അടിക്കും പോലെ എല്ലാവരും അവരൊക്കെ ആരോഗ്യത്തോടെ ജീവിക്കുകയാണ്.
നമ്മളിതൊരു വല്ലാത്ത പ്രശ്നമാക്കിയെടുത്ത് ആകെ ബേജാറാകണ്ട. എല്ലാവർക്കും നമ്മുടെ നാട്ടിലുള്ള നല്ല ഗവൺമെന്റ് ആശുപത്രികളിൽ എല്ലാവരും വേറൊന്നും ചെയ്യുന്നില്ല. അവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട, വേദന വരുമ്പം നമ്മൾ തവക്കുലാക്കുന്നത് അല്ലാഹുവിന്റെ മേലെ, ആശുപത്രിയുടെ മേലെ തവക്കുലല്ല, ലാക്കറിന്റെ മേലെയും തവക്കുലല്ല. ഏത് ഡോക്ടറാണെങ്കിലും ഏത് ആശുപത്രിയാണെങ്കിലും യജമാനനായ റബ്ബാണ് നമ്മുടെ എല്ലാം നിയന്ത്രിക്കുന്നത് ഈ വിശ്വാസം. അതുകൊണ്ട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, വേദന വന്നാൽ ഗർഭിണി ചൊല്ലേണ്ടത് എന്താണ്? അവൾ ആയത്തുൽ കുർസി വർദ്ധിപ്പിക്കണം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള് എന്ന് തുടങ്ങുന്ന മുഴുവൻ മുസ്ലിമീങ്ങൾക്ക് മനഃപ്പാഠമുള്ള ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠത കൂടിയ ആയത്താണല്ലോ ആയത്തുൽ കുർസി. അത് അല്ലാഹുവിൽ തവക്കുലാക്കണ ആയത്താണ്. ആ അല്ലാഹുവിലാണ് നമ്മൾ പരമേൽപ്പിക്കുന്നത്. ആരാണ് അല്ലാഹു? ലാ ഇലാഹ ഇല്ലല്ലാഹു, അവനല്ലാതെ ആരാധ്യനില്ല. അൽ ഹയ്യുൽ ഖയ്യൂം, അവൻ ഇവിടെ ജീവിച്ചിരിക്കുന്നവനാണ്. മാത്രമല്ല എല്ലാ വിഷയവും കൈകാര്യം ചെയ്യുന്നതാണ്. ഈ ഡോക്ടർമാരെ പോലും ആ സമയത്ത് നിയന്ത്രിക്കുന്നത് അല്ലാഹുവാണ്. ആശുപത്രി നിയന്ത്രിക്കുന്നത് അല്ലാഹുവാണ്. ആ അല്ലാഹു ലാ യഊദുഹു ഹിഫ്ളുഹുമാ, ആകാശഭൂമിയും അതിലുള്ള സർവ്വത്തെയും സംരക്ഷിക്കുന്നതും നിയന്ത്രിക്കുന്നതും അല്ലാഹുവിന് ഒരു പ്രയാസമുള്ളതല്ല. മാത്രല്ല ലാ തഖുദുഹു സിനത്തുൻ വലാ നൗം, ആ അല്ലാഹുവിന് ഒരു ചെറിയ ക്ഷീണമോ തൂങ്ങിയുറക്കമോ അല്ല ഉറക്കം തന്നെയോ ഒന്നുമില്ലാതെ എപ്പോഴും ജാഗ്രതയോടെ എല്ലാ കാര്യങ്ങളെയും കൈകാര്യം ചെയ്ത് നിൽക്കുന്ന റബ്ബാണ്. മനുഷ്യരാണ് ഡോക്ടർമാർ, അവർ മറവി വരാം, അബദ്ധം വരാം. വായിച്ചില്ലേ ഒന്നരാഴ്ച മുമ്പ് നമ്മളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ ഒരു ഡോക്ടർ എത്തിയ അബദ്ധം, ഒരു കാല് കമ്പിയിട്ട് ആ കമ്പി എടുക്കാൻ വേണ്ടി രണ്ടാമത് ഓപ്പറേഷൻ നടത്തണം. നടത്തിയത് ഏത് കാലിനാത്ത ഇപ്പൊ ഒന്നരാഴ്ച കോടതി ശിക്ഷ വിധിച്ചതായി പത്രത്തിൽ വന്നു. അത് മനുഷ്യനാണ്, മോശമൊന്നുമല്ല, നല്ല ഡോക്ടറാണ്. അബദ്ധം സംഭവിക്കും. പക്ഷെ അങ്ങനെ ഒരു അബദ്ധവും സംഭവിക്കും, ഒരശ്രദ്ധയും അല്ലാഹുവിനെ പിടികൂടില്ല. ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മേൽ തവക്കുലാക്കി ആയത്തുൽ കുർസിയാണ് വേദന സമയത്ത് വർദ്ധിപ്പിക്കേണ്ടത്. അതേപോലെ തന്നെ അവര് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മനസ്സ് തിരിച്ചുകൊണ്ട് അവര് പ്രസവത്തിന് വേണ്ടി കയറുമ്പോൾ അവരെ ആശ്വസിപ്പിക്കുന്ന പ്രവർത്തനത്തിലാണ് മറ്റുള്ളവർ ഏർപ്പെടേണ്ടത്. അതിന് ആത്മീയമായ മാനസിക ചികിത്സയുണ്ട്. അതാണ് പണ്ടുള്ള ആളുകൾ ഗർഭിണികളെ അടുത്ത് മഹാന്മാരെ ധീരോദാത്തമായ ജീവചരിത്രങ്ങൾ പാടി കേൾപ്പിക്കും. നഫീസത്തുൽ മിസ്രിയെ പോലുള്ള പെണ്ണുങ്ങളെ പരിചയപ്പെടുന്ന മാലകൾ അവരിൽ വെച്ച് ആലപിക്കും. അതെന്തിനാ? അതൊരു ആത്മീയമായ മാനസിക മനഃശാസ്ത്ര ചികിത്സയാണ്. ബേജാറും വേദനയും അതിനേക്കാൾ വലിയ ത്യാഗം സഹിച്ച ആളുകൾ കഥകൾ അയവർക്കുമ്പോ ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്ന ചിന്ത വരികയും അതോടൊപ്പം മഹാന്മാരെ പരാമർശിക്കുന്നിടത്ത് അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുമെന്ന നബിവചനവും കൂടി കണക്കിലെടുത്തുകൊണ്ട് ആ മദ്ഹ് പറയുന്നത് ഒരു ആത്മീയ ചികിത്സയുടെ ഭാഗമാണ്. അതുപോലെയുള്ള ആത്മീയമായ തവക്കുലും ചികിത്സയും ഒക്കെ നടത്തണം. അതോടൊപ്പം ഇതിനൊരു നിരീക്ഷകൻ വേണം. ആ നിരീക്ഷകൻ എന്ന നഴ്സുമാരോ ചിലയിടത്ത് ഡോക്ടർമാര് തന്നെയോ ഒക്കെ സാന്നിധ്യം ഉണ്ടാവാം. അതിനൊന്നും വിരോധമല്ല. അങ്ങനെ ഒരു അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖോടെ ഭൂമിയിലേക്ക് പറന്ന് വീണ് കഴിഞ്ഞാൽ മക്കൾ നന്നാകണമെന്ന് ആഗ്രഹിക്കുന്നവർ
ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഈ കുഞ്ഞ് ഏത് ജിൻസിൽപ്പെട്ടതാണ് എന്ന് നോക്കലല്ല. ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? ഓ പ്രസവിച്ച എന്താ കുട്ടി, എന്താ കുട്ടി, മനുഷ്യന്റെ കുട്ടി, അതല്ലാതെ ആണോ പെണ്ണോ ചോദിച്ചു ആൾക്കാർ. അത് ചിലർക്ക് ടെൻഷനായിരിക്കും. ആ ചോദ്യം ഒഴിവാക്കണം. ഒരു പെൺകുട്ടിക്ക് വേണ്ടി കാലായി ഒരാൾ 5 ആമക്കളാ, പെൺകുട്ടി ഉണ്ടാകാൻ വേണ്ടിയാണ് പ്രസവിക്കാൻ തീരുമാനിച്ചത്. അങ്ങനത്തെ ഒരാളോട് ആൺകുട്ടിയാന്ന് പറഞ്ഞു അയാൾക്ക് ടെൻഷനാകല്ലേ. അപ്പൊ എന്താ കുട്ടി എന്ന് ചോദിക്കണ്ട, അൽഹംദുലില്ലാഹ് പ്രസവിച്ചു. ആദ്യം അതല്ല, കുട്ടിയാണെങ്കിലും പെണ്ണാണെങ്കിലും അല്ലാഹുവിനെ സ്വീകരിക്കണം. അവിടെ നമ്മൾ ഒരിക്കലും വിവേചനത്തോടെ ചിന്തിക്കരുത്. ചില ആളുകളുണ്ട്, അവൻ മുട്ടായി വാങ്ങിയിട്ട് ആശുപത്രിയിലെത്തിയതാണ്, പ്രസവിച്ചു കഴിഞ്ഞാൽ വിതരണം ചെയ്യണോ, ഓൻ ആൺകുട്ടിയാന്ന് വന്നതാ. അപ്പോഴാ വിവരം കുട്ടി ബേബിയാണ് എന്ന് പറഞ്ഞു. നാ മുട്ടായി തന്നെ കൊടുത്തോ എന്ന് പറഞ്ഞ അവിടെ പോവുക, ഓളോട് തന്നെ കൊടുക്കാൻ പറഞ്ഞു. ഇങ്ങനെ അവരൊക്കെ ജാഹിലിയ്യത്താണ്. ഇദാ ബുശ്ശിറ അഹദുഹും ബിൽ-ഉൻസാ വല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ ഖദീം. പെൺകുഞ്ഞ് ജനിച്ച ശുഭവാർത്ത കഴിഞ്ഞാൽ മുഖം മ്ലാനമായി ജനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകുന്ന മനുഷ്യൻ അത് ജാഹിലിയ്യ കാലത്തെ മനുഷ്യനാണ്. ഈ യുഗത്തിൽ അങ്ങനെ ഒരു മനുഷ്യൻ ഉണ്ടാകരുത്. പെൺമക്കൾക്ക് വില കൂടുന്ന കാലമാണ്. രാജസ്ഥാനിൽ ഹരിയാനയിൽ അവിടെ 1000 ആണുങ്ങൾക്ക് പകരം 530 550 വീതം പെണ്ണുങ്ങളെ. കാരണം ഇത് പ്രത്യേകമായ ഉപകരണം വെച്ച് പരിശോധിച്ച് പെൺകുട്ടിയാന്നറിഞ്ഞ നശിപ്പിച്ച് കളയുകയാണ്. അതുകൊണ്ട് പെൺകുട്ടികൾ കുറവാ. കേരളത്തിൽ പണ്ട് പെൺകുട്ടികൾ മാറി 1000 ആളുകൾ 950 പെൺകുട്ടികൾ കേരളത്തിൽ പെൺകുട്ടികൾ കേൾക്കണ്ട. ഒരു കേട്ട ഡിമാൻഡ് ആക്കും. നിങ്ങളിങ്ങനെ കാണാൻ മുമ്പുണ്ടല്ലോ, നമ്മൾ അങ്ങോട്ട് പറ്റിയില്ല, കുട്ടികളും പറയും. കാരണം ആളെ കിട്ടാനില്ല, ആള് കുറവാ. ഇപ്പൊ ഒരു പെൺകുട്ടി ഉള്ളത്. നമ്മള് പോയക്കാരായിട്ട് സന്തോഷം അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ കാനത് ലഹു ഉൻസാ വലം യഇദ്ഹാ വലം യുഹിദ്ഹാ വലം യുസിർ വലദഹു അലൈഹാ അദ്ഖലഹുല്ലാഹുൽ ജന്ന. ആർക്കെങ്കിലും ഒരു കുഞ്ഞ് ജനിച്ച് ആ കുഞ്ഞിനെ അവൻ കുഴിച്ചു മൂടിയില്ല, ആ പെൺകുട്ടിയെ അവൻ നിന്ദിച്ചതുമില്ല, ആ പെൺകുട്ടിയേക്കാൾ ആൺകുഞ്ഞിന് പരിഗണന കൊടുത്തതുമില്ല, മറ്റു മക്കളെ പോലെ തന്നെ ആൺകുട്ടികളെ പോലെ തന്നെ തുല്യ പരിഗണനയോടെ ഒരു പെൺകുഞ്ഞിനെ ആരെങ്കിലും ഊറ്റി വളർത്തി അവളെ എത്തിക്കേണ്ടടുത്ത് എത്തിച്ചു കൊടുത്താൽ അദ്ഖലഹുല്ലാഹുൽ ജന്ന. അത് കാരണം അല്ലാഹു അവനെ സ്വർഗ്ഗത്തിലെത്തിക്കും. അല്ലാഹു നമുക്ക് തരട്ടെ. പെൺകുട്ടികളെ പെറ്റുപോറ്റി വളർത്തി വലുതാക്കി യോജിച്ച ഒരു ഭർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്തവരെ നമ്മൾ അവരെ വളർത്തിയാൽ അമ്മക്ക് നഷ്ടപ്പെട്ടു. നമുക്ക് സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റാണ് പെൺകുട്ടികൾ. പിന്നെ ഏത് ഉപകാരപ്പെടാന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ആണാണോ പെണ്ണാണോ നമുക്കറിയില്ല. ചിലപ്പോ ആൺകുട്ടികളെ കുടുങ്ങി എത്ര ആൾക്കാരുണ്ട്. ഒരു പെൺകുട്ടിയില്ലാത്ത പേരിൽ വിഷമിക്കുന്ന എത്ര പേരുണ്ട്. അതുകൊണ്ട് നമ്മളല്ലാതെ തീരുമാനിക്കേണ്ടത് അള്ളയാണ് അവർ വിടുക. നമ്മൾ പ്രസവിച്ച ഉടനെ അതല്ല പരിശോധിക്കേണ്ടത്. ആ കുഞ്ഞിനെ നമ്മൾ എടുത്ത് കുട്ടിക്കഥ 2 തരത്തിലുള്ള ഭക്ഷണം കൊടുക്കണം. ഒന്ന് ആത്മീയ ഭക്ഷണമാണ്, 2 ആത്മീയതയെ ചാലിച്ച ഭൗതിക ഭക്ഷണമാണ്. ഇത് രണ്ടും പ്രസവിച്ച ഉടനെ കൊടുക്കേണ്ടതുണ്ട്. ആത്മീയ ഭക്ഷണം ഏതാ? പ്രസവം കഴിഞ്ഞ ഉടനെ ആ കുഞ്ഞിനെ ശരീരം തുടച്ച് വൃത്തിയാക്കി
പരിശുദ്ധ കഅബത്തിന് നേരെ തിരിഞ്ഞു നിന്ന് ബാങ്കും ഇഖാമത്തും കൊടുക്കുക. അതൊരു ആത്മീയ ഭക്ഷണമാണ്. ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ അവന്റെ പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്ന് ആദ്യം തന്നെ പ്രവർത്തനം തുടങ്ങുന്നത് അവന്റെ കേൾവി ശക്തിക്കായിരിക്കും. അല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ. നിങ്ങളെ ഉമ്മമാരെ വയറ്റിൽ നിന്നും മക്കളാകുന്ന നിങ്ങളെ അല്ലാഹു പുറത്തേക്ക് കൊണ്ടുവരുന്നത് ലാ തഅലമൂന ശൈആ, നിങ്ങൾക്ക് ഒന്നും അറിയാത്തതിലാണ് എന്ന് പറഞ്ഞ ഉടനെ പിന്നെ അല്ലാഹു പറയുന്നു സുമ്മ ജഅല ലക്കും സമഅ വൽ അബ്സാറ വൽ അഫ്ഇദാ. പിന്നെ നിങ്ങൾക്ക് അല്ലാഹു കേൾവി ശക്തി തരുന്നു, കാഴ്ച ശക്തി തരുന്നു, ചിന്താശക്തി തരുന്നു. അതേ ക്രമത്തിലാണ് ഇപ്പോൾ നമുക്ക് ഖുർആൻ പറഞ്ഞ അതേ ക്രമത്തിൽ. ഖുർആൻ വലിയ ശാസ്ത്രീയ സത്യങ്ങൾ പറഞ്ഞ ഗ്രന്ഥമാണ്. അതിന് തെറ്റുപറ്റൂല. അല്ലാഹു കലാമാണ്. ജനിച്ച ഉടനെ ഒരു കുട്ടിയുടെ മുന്നിൽ നിങ്ങൾ കണ്ണിന്റെ മുമ്പിൽ പോയി കൈ ഇങ്ങനെ വെച്ചു ആ കണ്ണിൽ ഞെട്ടി പേടിക്കൂല. എന്താ കാരണം? ഇപ്പം കുട്ടിന്റെ കണ്ണിന്റെ കാഴ്ച തുടങ്ങിയിട്ടില്ല. എന്നാൽ വലിയ ശബ്ദം ഉണ്ടാക്കി നോക്കൂ, കുട്ടി ഞെട്ടിച്ചാടും. ഇതെന്താ ബോധ്യപ്പെടുന്നത്? കേൾവി ശക്തി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യമായി കുട്ടിയെ ബാങ്കും ഇഖാമത്തും കേൾപ്പിക്കുന്നത് അത് ഫലപ്രദമാണ്. ആധുനിക മനഃശാസ്ത്രം എന്ന് പറയുന്നത് ജനിച്ച ഉടനെ ഒരു കുഞ്ഞ് കേൾക്കുന്ന ആദ്യമായി കേൾക്കുന്ന വാചകം ആ കുട്ടിയുടെ ഭാവി നിർണ്ണയിക്കുന്നത്രേ. അത് അല്ലാഹുവിനെ സംബന്ധിച്ചതാവട്ടെ, ദീനിന്റെ തൗഹീദിനെ കുറിച്ചാവട്ടെ, നിസ്കാരത്തെ കുറിച്ചാവട്ടെ, ഇതാണ് ബാങ്കും ഇഖാമത്തും ദീനിന്റെ അടിത്തറയാണ്. അത് രണ്ടും ആണ് കേൾപ്പിക്കേണ്ടത്. എന്താ കുട്ടികൾ കേടേന്ന് വെച്ചാൽ കേട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇതിനൊന്നും ആരും സമയം കിട്ടാറില്ല, ഓർമ്മിക്കാറില്ല. ഇത് നമ്മൾ മക്കളെ കേൾപ്പിക്കണം. അതിന് സൗകര്യമുള്ള സ്ഥാപനം 12ാം നിലയുടെ മുകളിലായിട്ട് കാര്യമില്ല. അങ്ങനെ ഈ ആത്മീയ ഭക്ഷണത്തോടൊപ്പം ഈ കുരുന്നുകളെ സൂറത്തുൽ ഹുവല്ലാഹു അഹദ്, റബ്ബിൽ ഫലഖ്, റബ്ബിന്നാസ് ഇവകൾ ഓതി മന്ത്രിക്കണം. അതോടൊപ്പം തന്നെ യുഈദുഹാ ബിക വദുരിയതഹാ മിനശ്ശൈത്വാനിർ റജീം. ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹ തന്റെ മകൾ മറിയം ബീവി റളിയല്ലാഹു അൻഹയെ പ്രസവിച്ച സമയത്ത് മന്ത്രിച്ച മന്ത്രമാണ് ഖുർആൻ ഉദ്ധരിച്ചിട്ടുണ്ട്. അത് അതേ പദങ്ങൾ ഉപയോഗിച്ച് മന്ത്രിക്കൽ സുന്നത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൺകുട്ടിയാണെങ്കിലും സ്ത്രീകളിലേക്ക് മടങ്ങുന്ന ഉപയോഗിച്ചാൽ പറയേണ്ടത്. അത് വാരിതായത് ഖുർആനിൽ അങ്ങനെ തന്നെ ചൊല്ലി കൊടുക്കാൻ വേണ്ടിയാണ് ആ മന്ത്രം. ഇതാണ് ആത്മീയ ഭക്ഷണം. അതിന്റെ കൂടെ ഭൗതികമായ ഭക്ഷണം കൊടുക്കണം. അതും ആത്മീയതയിൽ ചാലിച്ചിട്ടാ കൊടുക്കേണ്ടത് നമ്മൾ പറഞ്ഞു. അതെങ്ങനെയാണ്? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ മദീനയിൽ ഏത് സ്വഹാബിക്ക് ഒരു കുഞ്ഞ് ജനിച്ചാലും ആ കുഞ്ഞിനെയും എടുത്ത് ഉടനെ ഇലാ ഹളറത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുസവിധത്തിലേക്ക് ഓടിപ്പോകും. നബി തങ്ങൾ ചോദിക്കും, എന്താ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടൂടെ? ഈത്തപ്പഴാണ് ആളുകൾ കൊണ്ടുവരിക. ഇതിൽ ഒന്ന് വാങ്ങി ആ പവിത്രമായ വായിൽ ചവച്ചരച്ച് ഒരൽപ്പം എടുത്ത് ആ കുഞ്ഞിന്റെ ചങ്കിൽ പുരട്ടി കൊടുക്കുന്നു. ഇതായിരുന്നു അത്രേ സ്വഹാബത്തിന്റെ മക്കളെ വയറ്റിലേക്ക് ആദ്യം എത്തിയിരുന്ന ഭക്ഷണം. അപ്പൊ ഇസ്ലാമിൽ അങ്ങനെ ഒരു ചടങ്ങുണ്ട്. ആദ്യ ഭക്ഷണം കൊടുക്കുക ചടങ്ങ്. അതെപ്പാ കൊടുക്കേണ്ടത്? ഏത് ഭക്ഷണം മുലപ്പാല് പോലും കൊടുക്കണം. ആരാ കൊടുക്കേണ്ടത്? സ്വാലിഹായ ഒരു പുരുഷന്റെ കൈകൊണ്ടാകലാണ് ഏറ്റവും ഉത്തമം. അത് പുരുഷനില്ലെങ്കിൽ സ്ത്രീകളുമാകാം.
മധുരമുള്ള സാധനം കൊടുക്കലും തീ തൊടാത്തതായിരിക്കലും പ്രത്യേകം ശ്രദ്ധിക്കാവുന്നതാണ്. അപ്പൊ തീ തൊടാത്ത മധുരമുള്ള ഒരു സാധനം കുട്ടിയുടെ വായിൽ തേച്ചു കൊടുക്കുക. സംസം വെള്ളം എന്നുള്ളതല്ല. ഇതാണ് ഒരു മധുരം ഒരു സന്തോഷത്തിന്റെ ഊടികൾ കൊടുത്ത അതാണ് മധുരമുള്ള സാധനം. അത് ഈ കുഞ്ഞിന് കൊടുക്കണം. അത് കൊടുത്ത് ഒരു 2-3 മണിക്കൂറാകുന്നതിന്റെ ഇടയിൽ ഈ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കാനുള്ള സമയമായി. അർഹമുർറാഹിമീനായ റബ്ബ് ഒരുക്കിയ ഒന്നാന്തരം വിഭവമാണത്. അല്ലാഹുവിന്റെ നിർദ്ദേശമുണ്ട് ഖുർആനിൽ, വൽവാലിദാതു യഗ്നൗന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈൻ. ഉമ്മമാർ പൂർണ്ണമായും 2 വർഷക്കാലം അവരെ മക്കൾക്ക് മുലപ്പാൽ കൊടുക്കട്ടെ. അതിന്റെ തുടക്കം നടക്കുകയാണ്. പ്രസവിച്ച് ഏതാനും മണിക്കൂർ കഴിഞ്ഞ ഉടനെ തന്നെ. എന്നാൽ ആ സമയത്ത് നല്ല പ്യൂർ വെളുത്ത നിറമുള്ള പാലുണ്ടാവില്ല. അപ്പോൾ ഉണ്ടാകാറുള്ളത് ഒരു തരം മഞ്ഞ കലർന്ന നീരാണ്. അറിവ് കുറഞ്ഞ പല സ്ത്രീകളും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഇവിടെ കെട്ടിക്കിടന്നോ സാധനാണ്, ഇത് കുട്ടി കൊടുക്കാൻ പറ്റൂല. അത് തെറ്റാണ്. ഇത് ഈ കുഞ്ഞിന് അനിവാര്യമായി കൊടുക്കേണ്ട ഒരു തുള്ളി മരുന്നാണ്. ഡോക്ടർമാരുടെ നിർദ്ദേശമുണ്ട്. ജനിച്ച ഉടനെ ഉണ്ടാകുന്ന മഞ്ഞ നിറത്തിലുള്ള പാല് ഭാവിയിൽ ഈ കുട്ടിക്ക് വരാൻ പോകുന്ന ഒട്ടേറെ രോഗങ്ങൾക്കുള്ള പ്രതിരോധ മരുന്നാണത്രേ. അത് ലഭ്യമാക്കുന്നതിനനുസരിച്ചായിരിക്കും ഈ കുട്ടിക്ക് ഈ ഉമ്മാക്ക് പാലുൽപാദനം ഉണ്ടാകും. അതുകൊണ്ട് ജനിച്ച ഉടനെ പാല് നിർബന്ധമായും കുഞ്ഞിന് കൊടുക്കണം. അങ്ങനെ ആദ്യത്തെ ജനിച്ച ഒരു മാസക്കാലം ഈ കുട്ടിയെ എങ്ങനെ നോക്കേണ്ടത്? ഒരു വിത്ത് നമ്മൾ നിലത്തിട്ട് അത് മുളച്ചു പൊന്തിയാൽ വളരെ ശ്രദ്ധിക്കണ്ടേ. കാരണം തൊട്ടുപോയാൽ അത് പൊട്ടിപ്പോകും. കോഴി ചിക്കിയാ മതി, പിന്നെ കാണാണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ പരിസരത്തൊക്കെ വെച്ച് കോഴിയൊന്നും വരാത്ത കോലത്തില് സംരക്ഷണം കൊടുക്കുകയാണ്. ഈ ഉണ്ടാകുന്ന സമയത്ത് തന്നെ വളം കൊണ്ടിട്ട് തീറ്റ കൊടുത്താലോ, ഇംഗ്ലീഷ് വളം കൊണ്ടുപോയിട്ടാല് പിറ്റേന്ന് വളരായില്ല. ഇതുപോലെ ഈ വേറെ ആഹാരം കൊടുക്കാൻ സമയമായിട്ടില്ല. ഇതൊരു മുട്ടുകൾ വന്നിട്ടേ ഉള്ളൂ. ആ സന്ദർഭത്തിൽ കൊടുക്കേണ്ട പരിചരണം ആദ്യത്തെ ഒരു മാസക്കാലം ഒരു കുഞ്ഞിനെ നവജാത ശിശു എന്നാണ് വിളിക്കുക. ആ സമയത്ത് കുട്ടികളുടെ ശാരീരിക മാനസികാവസ്ഥ ഉമ്മമാരറിയണം. പ്രതിരോധ ശേഷി വളരെ കുറഞ്ഞൊരു സമയമാണ്. കാരണം നേരത്തെ ഗർഭാശയത്തിലായി താമസിച്ചു. അവിടെ ഒന്നും ഭയപ്പെടാനുണ്ടായിരുന്നില്ല. സുരക്ഷിതമായ ഒരു കേന്ദ്രമെന്നാണ് അതിനെ പരിചയപ്പെടുത്തിയത്. അവിടെ കുട്ടിക്ക് അനുകൂലമായ കാലാവസ്ഥയാണ്. ആ കാലാവസ്ഥയിൽ നിന്നും ഭൂമിയുടെ ബാഹ്യലോകത്തേക്ക് ജനിച്ചു വീണതോടെ ഇവിടുത്തെ പരിസരവുമായി ഈ കുഞ്ഞിന്റെ ശരീരം സമരസപ്പോകാൻ അല്പം താമസമെടുക്കും. നമ്മൾ നാട് വിട്ടു പോയ മാതിരിയാണ്. ദമാമിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് CM-ന്റെ ആണ്ടിലേക്ക് ചേർന്ന ഇയാള് ദമാമിലെത്തി നോക്കുമ്പോ 2 കഴിച്ചിലായി കിട്ടാൻ ഇങ്ങോട്ട് പോരാ. എന്തേ കാരണം? ഭയങ്കര തണുപ്പ്. ആ തണുപ്പ് ഇയാൾക്ക് സഹിക്കാൻ കാല് വീറിയിട്ട് കാല് വെക്കാൻ പറ്റും. ശരീരമാകെ വന്നു പൊന്തും. അങ്ങനെ എനിക്ക് ഈ നാട്ടിൽ അങ്ങനെ 2 കൊല്ലം നിൽക്കാൻ വയ്യ. അയാളാകെ ടെൻഷൻ അടിച്ച് സ്പോൺസറോടും കൂട്ടുകാരോടൊക്കെ പോവാണ് നിൽക്കാൻ പറ്റൂല. വാപ്പനെ വിളിച്ച് ഫോൺ ചെയ്ത് പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോരാണ്. ഉള്ള 10 സെന്റ് വിറ്റിട്ട വാപ്പാകെ ബേജാറായി. എന്തു ചെയ്യും? അപ്പം അറിവുള്ള അവന്റെ സുഹൃത്തുക്കളും സ്പോൺസറോട് പറയും, ഈ പോയിക്കോ, മാസത്തേക്ക് ടിക്കറ്റ് കിട്ടില്ല മാമ. അതുകൊണ്ട് കുറച്ച് അവകാശം. അപ്പോ സമാധാനം കഴിഞ്ഞാൽ പോകാമല്ലോ. ഒരു മാസം അങ്ങനെയാണ്. എന്താ പോണോ?
അല്ല ഒരു മാസം കൂടി നോക്കട്ടെ. എന്താ ഏത് നാട്ടിൽ നമ്മൾ ചെന്നാലും ഒരു മാസം നിന്നാൽ നമ്മളെ ശരീരം ആ നാടിന്റെ കാലാവസ്ഥയോട് യോജിക്കുന്ന തരത്തിലേക്ക് മാറും. ഇതാണ് മനുഷ്യ പ്രകൃതി. ഇതുപോലെ ഉള്ളിലുണ്ടായിരുന്ന കാലാവസ്ഥ പുറത്തുള്ളത്. ഒരു മാസം കഴിയണം ഈ കാലാവസ്ഥയായിട്ട് ഇനി ശരീരം പാകപ്പെടാൻ. അതുകൊണ്ട് ഒരു മാസക്കാലം ദമാമിൽ താമസിച്ചവനെ പരിചരിച്ചതുപോലെ ഈ കുട്ടിയെ നന്നായി പരിചരിക്കണം, പ്രതിരോധം കൊടുക്കണം. അതിന്റെ ഭാഗമായി കുരുന്നുകളെയുമായി പ്രസവിച്ചു കിടക്കുന്ന റൂം ആരോഗ്യകരമായ റൂമുകളായിരിക്കണം. നല്ല ശുദ്ധവായു കിട്ടുന്ന, കെടുവായി പോകാൻ സൗകര്യമുള്ള ചുരുങ്ങിയത് 2 ജനലെങ്കിലും നല്ല റൂമിലായിരിക്കണം പ്രസവിച്ചെടുക്കുക. നമ്മളെ നാട്ടിൽ സ്വഭാവം കാണണ്ട. ആ കോണിക്കൂട്ടിൽ അവിടെ ഒഴിഞ്ഞ റൂം, വായ്പലൊക്കെ വെച്ച് അങ്ങോട്ട് പോത്ത് കിട്ടും. ആ ജാതി റൂം പ്രസവിച്ച് എന്നാലേ ആ കുട്ടിക്ക് രോഗം മാറൂല. കാരണം ഈ പ്രതിരോധ ശേഷി കുറഞ്ഞ കുരുന്നുകളെ അത്തരം കൊണ്ടുപോയി അടച്ചു പൂട്ടിയാൽ ആ കുട്ടിക്ക് എല്ലാ രോഗവും വരും. രണ്ടാമതായി പ്രസവിച്ച് കിടക്കുന്ന ഈ ചെറിയ പൈതലിന് ഉമ്മമാർ നൽകേണ്ടത് എന്താണ്? അവരെ ശരീരത്തിന്റെ ചൂട് പകർത്തലാണ്. ചില വിദഗ്ധർ എന്ന് അവകാശപ്പെടുന്ന പെണ്ണുങ്ങൾ പറയും, മളെ ഇപ്പം തന്നെ അടുത്ത് ശീലാക്കേണ്ട തൊട്ടിലെ കടക്കാൻ മടിയാവും. അങ്ങനെ ഉടനെ തൊട്ടിലേക്ക് ഇടാൻ വേണ്ടി ഉപദേശിക്കുന്ന അതിവിദഗ്ധരുണ്ടാവും. അതിലാരും പെട്ടുപോകരുത്. നമ്മൾ പ്രകൃതിയിൽ നിന്ന് ചില പാഠം പഠിക്കണം. കോഴിനെ പരിചയമുണ്ടോ? ഇവിടെ ആർക്കെങ്കിലും ഉണ്ടോ? തിന്ന പരിചയം എല്ലാവരും ആരപ്പം കോഴിന് പോയിട്ടുണ്ട്. പണ്ടൊക്കെ കോഴിനെ കുട്ടികൾ പുറത്തു. ഈ കുട്ടികളെ ആദ്യത്തെ 1-2 ആഴ്ചക്കാലം കോഴിത്തള്ള ചെയ്യുന്ന ചിറക് പൊക്കിയിട്ടെന്താ അതിന്റെ ഉള്ളിൽ ഇതെന്തിനാ? മുട്ടത്തോടിന്റെ ഉള്ളിലെ കാലാവസ്ഥയല്ല പുറത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾക്ക് പ്രതിരോധ ശേഷി വർദ്ധിക്കുന്നത് വരെ തള്ളക്കോഴി അതിന്റെ ചൂട് പകർന്നു കൊടുക്കുകയാണ്. അതിനാൽ പ്രസവം കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു മാസക്കാലം ഉമ്മമാരും മക്കളെ മാറോട് ചേർത്ത് കിടത്തണം. അവരെ തൊട്ടിൽ കൊണ്ടിടരുത്. ആ കുട്ടികളെ ആകെ വർഗ്ഗവലിച്ച് ബേജാറായി അവരെ ശരീരം വിഷമിക്കുന്നുണ്ടാവും. പറയാനുള്ള കഴിവില്ലാത്തതുകൊണ്ടാണ് ഈ കോഴി കിടത്തും. ആ ചൂടാണ് ഇവർക്ക് സംരക്ഷണം. ശരീരം ഏറ്റവും കൂടുതൽ വളരുന്ന പ്രായമാണ് ആദ്യത്തെ ഒരു മാസം. ജനിച്ച അന്നുള്ളതിന്റെ ഒരു മാസം കുട്ടി വലുതാവും. അതിനനുസരിച്ച് ഇവരെ ശരീരത്തിന് ക്ഷീണവും ഉണ്ടാവും. 18-20 മണിക്കൂർ വരെയൊക്കെ ചില കുട്ടികൾ ഉറങ്ങും ഈ പ്രായത്തിൽ. അതുകൊണ്ട് നന്നായി പാല് കൊടുത്ത് വൃത്തിയോടെ ആരോഗ്യകരമായ അന്തരീക്ഷത്തിൽ പരിചരണം കൊടുക്കുക എന്നത് ആദ്യത്തെ ഒരു മാസക്കാലം ഏറെ ശ്രദ്ധിക്കേണ്ടത്. അത് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് ഈ കുട്ടിക്ക് ആദ്യത്തെ 6 മാസക്കാലം വരെ മുലപ്പാലല്ലാത്ത മറ്റൊരു വിഭവവും കൊടുക്കേണ്ടതില്ല. ഒരു കുഞ്ഞിന്റെ ആരോഗ്യത്തിന് ആവശ്യമുള്ള ആ പ്രായം വരെ ഒരു ശരീരത്തിന് വേണ്ടപ്പെട്ട എല്ലാ പോഷകങ്ങളും അടങ്ങുന്ന ആഹാരമാണ് മുലപ്പാൽ. അത് റബ്ബ് നൽകിയ വലിയൊരു വിഭവമാണ്. അല്ലാഹു പറയുന്നത് نسقيكم مما في بطوني من بين فرث ودم لبنا خالصا صافيا للشاربين. നിങ്ങളെ വളർത്തുമൃഗങ്ങളായ ആടുമാട് ഒട്ടകങ്ങൾ വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട് നിങ്ങൾക്കതിൽ. അതിന്റെ പാലുവാറുകൾ ചായ കുടിക്കുന്നു. മക്കൾക്ക് നിങ്ങൾ ആ പാല് കടയിൽ വിൽപ്പന നടത്തുന്നു. മോരും തൈരും പാലും ഉണ്ടാക്കുന്നു. ഇതല്ലേ ചെയ്യുന്നുള്ളൂ. ചിന്തിച്ചിട്ടുണ്ടോ വരുന്നത്? ആ കറന്നെടുക്കുന്ന അകത്തിലേക്ക് കയറ്റിയാൽ പുറത്തേക്ക് വരുന്നെന്താ? ചിലപ്പം ചാണകം കൊടുക്കും.
അല്ലെങ്കിൽ ചോര ചുരത്തും. ഇത് രണ്ടിനുമിടയിൽ കൂടി ചോരയുടെ നിറമില്ലാത്ത, ചാണകത്തിന്റെ ദുർഗന്ധമില്ലാത്ത, കുടിക്കുന്നവർക്ക് ഒരു തടസ്സവുമില്ലാതെ ഒഴുക്കോടെ കുടിക്കാൻ കഴിയുന്ന മുന്തിയ പാനീയം വരുന്നുണ്ടോ? ആരാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഗർഭാശയത്തിൽ വെച്ചൊരു കുട്ടിയെ രൂപപ്പെടുത്തി ക്രമമായി അതിന്റെ വളർച്ച ചിട്ടപ്പെടുത്തി ആ കുഞ്ഞ് പുറത്തിറങ്ങിയ സമയത്തു തന്നെ ഇവിടെ ഇതാ ഫാക്ടറിയിൽ ഉൽപാദനം ആരംഭിച്ചേക്കാൻ ഏർപ്പാട് ചെയ്ത യജമാനനായ റബ്ബല്ലേ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്. അതുകൊണ്ട് അല്ലാഹു തആല ഈ ജനന സമയത്ത് നൂറുകണക്കിന് എല്ലുകൾ ശരീരത്തിലുണ്ട്, 20ഓളം നഖങ്ങൾ കൈകാലുകളിലുണ്ട്. എന്നാൽ വായിൽ ഒരു പോലും സാധാരണ ജനന സമയത്ത് ഉണ്ടാകാറില്ല. എന്താ ഉണ്ടാകാത്തത്? ഇപ്പോ കട്ടിയുള്ള ആഹാരം കഴിക്കേണ്ട സമയമല്ല എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ. വലിയ തേലപ്പല്ലുമായിട്ട് നമ്മള് പോത്തറച്ചു. അതുകൊണ്ട് അല്ലാഹു തആല എന്ത് ചെയ്തു? പ്രസവ സമയത്ത് ഞാളെ പറ്റിക്കണ്ട. കാരണം ഇതാണ് കാര്യമില്ല, ഇത് അകത്തു പോയാൽ ഭസ്മാവണ്ടേ. അതുകൊണ്ട് കട്ടിയുള്ള ആഹാരം കഴിക്കേണ്ട സമയമാകുമ്പോ അല്ലാഹു തആല പന്നെ മുളപ്പിച്ചോളും. ബേജാറാണ്. അതുകൊണ്ട് പെണ്ണുങ്ങൾ ഒരു കാര്യം കാര്യങ്ങള് ആദ്യത്തെ 6 മാസം വരെ ഈ കുട്ടികൾക്ക് മുലപ്പാലല്ലാത്ത ഒരു സാധനങ്ങൾ കൊടുക്കണം. പാലില്ലെങ്കിൽ പിന്നെ നിവൃത്തിയില്ല. അങ്ങനെ കൊടുക്കുമ്പോ വളരെ നേർപ്പിച്ചിട്ടേ കൊടുക്കാവൂ. എന്താ കാരണം? ഈ കട്ടിയേറിയ ആഹാരം ഇപ്പം പെണ്ണുങ്ങൾ ഇങ്ങനെ കഴിക്കാണ്, പല ജാതി കൊണ്ട് വരക. എന്നിട്ട് ഈ കുഞ്ഞിനെ കാൽമേൽ ചവിട്ടി പിടിച്ചിട്ട് വല്ല മൂരിക്കും മുതിര കൊടുക്കണം. കുട്ടി ഇങ്ങനെ അതിനു വേണ്ടി കോരിയിടുകയാണ്. അങ്ങനെ ഈ കുഞ്ഞിന്റെ പള്ളയിലെത്തിയാൽ ആ കുഞ്ഞിന്റെ ആമാശയത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമുകൾക്ക് ഈ കട്ടിയുള്ള ആഹാരം ദഹിപ്പിക്കാനുള്ള ശക്തി ഉണ്ടാവില്ല. ദഹനക്കേട് വന്നോ കഫക്കെട്ട് നിർബന്ധമാണ്. ശ്വാസം കൂടെ ഉണ്ടാകും. വരും. കുട്ടികളെയും ആശുപത്രിയിൽ പോകും. ആ പ്രായമുള്ളവരൊക്കെ ആലോചിക്കാൻ തുടങ്ങി. അത് 3 വയസ്സാകുമ്പോൾ തുടങ്ങിയതാ. കാരണം അത് ഓളിങ്ങനെ നുളവൊളിച്ച് തന്നെ. അപ്പൊ ഞാൻ കൊടുത്തതാണ്. എന്നാൽ എന്താണ് ഈ കുട്ടിക്ക് രോഗം മാറൂല. ഭക്ഷണല്ലേ കാരണം എല്ലാവർക്കും അറിയാതെ നോക്കുമ്പോ എന്താ തകരാറ്? ഭക്ഷണം തിന്നുമെന്ന് വരികയാണ്. തിന്നണ്ട സമയത്ത് ആകണേന് കൂട്ടിക്കൂട്ടാൽ മാറില്ല. ഇതൊരു കൃഷി പോലെ വളരേണ്ട സമയത്തല്ലേ വളരാൻ ചെറിയ വളർത്താലൂലെ. അതാ നമ്മൾ ഇവിടെയും കാണാം. ആവശ്യമുള്ള സമയത്ത് കൊടുക്കണം. ഇനി 6 മാസം കഴിഞ്ഞാലും കൂടി നിർത്തരുത്. 6 മാസം കഴിഞ്ഞാൽ എന്ത് ചെയ്യാ? 7 മാസം തൊള്ളയിൽ വരാൻ തുടങ്ങി. അതെന്തിന്റെ അടയാളമാണ്? നേർപ്പിച്ച ഭക്ഷണം തുടങ്ങാം. ഒരു വയസ്സ് കഴിഞ്ഞാൽ കട്ടികളൊക്കെ കൊടുക്കാം. ചോറും മറ്റുള്ളതൊക്കെ വാരി കൊടുക്കാം. 2 വയസ്സിന്റെ ഇടയിൽ ഒരു 2-3 തവണ കൊടുക്കണം. പാമ്പൻ പാമ്പൻ ഉണ്ടാവും. ഇതൊക്കെ ഒന്ന് പുറത്താക്കണം കുട്ടികൾ. അങ്ങനെ 2 വയസ്സ് വരെ മുലപ്പാല് തുടരണം. മറ്റുള്ള ഭക്ഷണം കൂടെ കൊടുക്കണം. കുട്ടികൾക്ക് കൊടുക്കുന്ന ആഹാരം എല്ലാ ഉൾപ്പെടുത്തണം. പയറുവർഗ്ഗങ്ങൾ അത് നമ്മളതിൽ ഉൾപ്പെടുത്തണം. പച്ചക്കറികൾ വേണം, പഴങ്ങൾ വേണം, ഇലക്കറികളും ധാന്യാഹാരവും അത്യാവശ്യത്തിന് മാംസവും മത്സ്യവും ഇതൊക്കെ കൊടുക്കണം. കഞ്ഞി വരങ്ങി കൊടുത്താൽ പോരാ. അതാ കുട്ടിക്ക് വളർച്ച. പല കുട്ടികൾക്കും ആരോഗ്യം ഉണ്ടാവില്ല. അതിന്റെ കാരണം നമ്മള് വെറും കഞ്ഞി മാത്രം കൊടുക്കുന്ന ആൾക്കാരാണ്. എല്ലാം കൊടുത്തിട്ട് ശീലാക്കണം.
അതിന്റെ കൂടെ തന്നെ 2 വയസ്സ് വരെ പാലും കൊടുക്കും. അല്ലാഹുവിന്റെ നിർദ്ദേശം പൂർണ്ണമായ 2 കൊല്ലം. അപ്പൊ ആണുങ്ങളും കൂടി സഹകരിക്കണം. നേരത്തെ നമ്മൾ പറഞ്ഞ കലക്കടിക്കും പോലെ വേണ്ട. 2 കൊല്ലം മുലപ്പാൽ കിട്ടണ്ടേ? അല്ലെങ്കിൽ അടുത്ത ഇടയിൽ കയറി വന്നാൽ അത് പ്രയാസമായി. അപ്പൊ ആവശ്യമായ ഇടവേളകൾ ആരോഗ്യകരമായ രീതിയിൽ നമ്മളെ കുട്ടി 2 വയസ്സിലേക്ക് എത്തുകയാണ്. ഇനി 2 വയസ്സ് കഴിഞ്ഞാൽ ജീവിതത്തിലെ ഒരു വഴിത്തിരിവാണ്. 3 വയസ്സ് മുതൽക്ക് 6 വയസ്സുവരെയുള്ള കാലം അത് പ്രത്യേകമായ ഒരു കാലഘട്ടമാണ്. ഈ സമയത്തുള്ള ശാരീരികവും മാനസികവുമായ വികസനവും വളർച്ചയും രക്ഷിതാക്കൾ തിരിച്ചറിയണം. നഴ്സറി ഘട്ടത്തിലെ ശാരീരിക അവസ്ഥ ശരീരത്തിലെ പ്രധാന അവയവമായ ചോറ് മസ്തിഷ്കം അതിന്റെ വളർച്ച 90% പൂർത്തിയാകുന്നത് നഴ്സറി പ്രായത്തിലാണ്. ജനിക്കുമ്പോൾ നമ്മൾ വളർച്ച വലുതായതല്ലേ. ഇതുപോലെ ആന്തരിക അവയവം പിന്നെ വലുതായി വരിക. തലച്ചോറ് നഴ്സറി പ്രായമാകുന്ന 6 വയസ്സാകുമ്പോഴേക്ക് 90% വളരും. അതുകൊണ്ട് തന്നെ ബുദ്ധിപരമായ ചില മാറ്റങ്ങൾ ഇവരിൽ നമ്മൾ കാണും. തലച്ചോറ് വികസിക്കുന്നത് കൊണ്ട് കുട്ടികളിൽ ചിന്ത ഉദിക്കും. അന്വേഷണ ത്വര പ്രകടിപ്പിക്കും. കാണുന്ന എന്തിനെ കുറിച്ച് 3 വയസ്സായി കഴിഞ്ഞാൽ കുട്ടികൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ആ പ്രായമുള്ള മക്കളുള്ളവർക്കറിയാം അവരെ മുന്നിൽ ഒന്നും ഒളിച്ചേക്കാൻ പറ്റും. എന്ത് കണ്ടാലും ഈ ചോദ്യോത്തരം പലരും ക്ഷീണിക്കും. ചിലര് അങ്ങനത്തെ ചോദ്യം കേട്ടാൽ ഈ കുട്ടികളെ പേടിപ്പിക്കും, വിരട്ടും. നമ്മൾ മക്കളെ മനഃശാസ്ത്രം അവരോട് പെരുമാറണം. നഴ്സറി പ്രായത്തിലുള്ള കുട്ടി ഈ ചോദ്യം ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് പഠിക്കാത്തത്, ഉത്തരം കൊടുക്കാത്തത്? അവരെ തലച്ചോറ് വളരുന്നത് കൊണ്ട് അറിയാനുള്ള അവർ പുതിയൊരു ലോകം പരിചയപ്പെടുകയാണ്. അവരിപ്പം ഭാഷ മലയാളം പഠിച്ചില്ലേ? അത് അവരെ ബുദ്ധിപരമായ ഇതിന്റെ ഭാഗം. അറബിയുടെ കുട്ടി അറബ് പഠിക്കുന്നു, ഇംഗ്ലീഷ് പഠിക്കുന്നു, തമിഴിന്റെ കുട്ടി തമിഴ്. ഇത് പ്രത്യേകതയാണ്. അതിനാൽ ഇവരുടെ ഈ അന്വേഷണത്തിന് നമ്മൾ കൃത്യമായി ഉത്തരം പറഞ്ഞു കൊടുക്കണം. വെറുതെ വിടൂല. വീട്ടില് ഉമ്മ മീൻ മുറിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നോക്കുമ്പോ കൈ ഇങ്ങനെ കളിക്കും കുട്ടികളെ. അറിയാനുള്ള ആഗ്രഹമാണ്. ഒന്ന് മീൻ എടുത്ത് നോക്കാനാണോ ആഗ്രഹം. അങ്ങനെ അതിന്റെ വാല് കത്തിയോണ്ട് ഓങ്ങി. അപ്പൊ പിന്നെ എടുക്കാൻ പറ്റില്ല. കൈ വലിച്ച് പിന്നെ ഒന്ന് നാമല് ചോദിച്ചു. അറിയാനുള്ള ആഗ്രഹം രുചി എന്താണെന്ന് അറിയണല്ലോ. അതിനാണ് കൊണ്ടുപോകുന്നത്. ചേരാട്ടും അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ്. പക്ഷെ ഇത് പിടിക്കാൻ പറ്റും പറ്റാത്തവർക്കറിയില്ല. പിന്നെ കുട്ടി സമ്മതിക്കൂല. ചോദിച്ചറിയാം. അപ്പം ചോദിക്കും ഇതെന്ത് മീനമ്മ? അപ്പം മോളെ എന്താ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി ഉത്തരവില്ല. ഇങ്ങനത്തെ ഒരു ഉത്തരം കേട്ടാ പിന്നെ ആ ഒരു ചോദ്യം ചോദിക്കുവോ? ആ കുട്ടിയുടെ അവിടെ മരവിക്കാണ്. അവിടെ നമ്മൾ ആ വീണ്ടും ഉത്തരം പറഞ്ഞു കൊടുക്കണം. മത്തി എന്താന്ന് അറിയില്ല. കടലിൽ നിന്ന് പിടിക്കുന്ന ഒരു മീനാന്ന് പറയണം. അപ്പം ചോദിക്കാം എന്താ കടലുമ്മ? അതിനും പറയണം മറുപടി. ഈ ചോദ്യോത്തരങ്ങളാണ് ഈ ചിന്തിച്ച് ബുദ്ധിയുള്ളവനാക്കുന്നത്. കുട്ടിക്കാലത്ത് തന്നെ പഠന തൽപരനാക്കുന്നത്. അതിന് ഉമ്മനോട് ചോദിച്ചൂടാ, അപ്പനോടോ ഒരു പുലിക്കോടന ഒന്നും ചോദിക്കാൻ പറ്റൂല. നമ്മളെ അതറിയാഞ്ഞാൽ നന്നാവൂല. വളരാൻ സമ്മതിക്കരുത്. ബുദ്ധി വികസിക്കണ്ടേ? അതിനവർ ചോദിക്കുമ്പോൾ അനുസൃതമായ ഉത്തരം പറയണം. അത് വികസിക്കട്ടെ, വളരട്ടെ, അവർ ആലോചിക്കട്ടെ, അതിന് കൊടുക്കണം. നമ്മൾ തടസ്സപ്പെടുത്തരുത്. ഇനി നൈസർഗികത്തിൽ നമ്മൾ അവരിൽ നിന്ന് മനസ്സിലാക്കുന്ന പ്രത്യേക ഒരു പാഠമുണ്ട്. നഴ്സറി പ്രായമുള്ള മക്കൾ
അവർ സാംസ്കാരികമായ അടിത്തറ പാകുന്ന സമയമാണ്. ആ സമയത്ത് കാണുന്നതും കേൾക്കുന്നതും ആ കുട്ടികൾ സംസ്കാരത്തിന്റെ ആണിക്കല്ലായി അതിനെ അടുക്കി വെക്കും. അതിനാൽ പ്രായമുള്ള മുന്നിൽ വെച്ച് നമ്മൾ പറയുന്ന വാക്കുകൾ, ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ആ കുട്ടികൾക്ക് അനുകരിക്കാൻ മാത്രമാണെന്ന് ഉറപ്പുവരുത്തണം. അല്ലെങ്കിൽ അവർക്ക് വേറൊരു ലോകത്തെ പരിചയം. ചിന്തിക്കാൻ തുടങ്ങാൻ എന്താണ് ജീവിതം, എന്താണ് വസ്ത്രം, എന്താണ് ആഭരണ വർത്തമാനം, എങ്ങനെയാണ് പെരുമാറ്റം, നമ്മളെ നോക്കിയിട്ട് പഠിക്കുക. അല്ലാതെ പ്രായത്തിൽ കുട്ടികൾ ഓരോ നീക്കങ്ങളും നിരീക്ഷിക്കും. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് അവർ ആലോചന പോവുക. അപ്പം വളരെയേറെ ശ്രദ്ധിച്ച് സംസാരിക്കുകയും ചെയ്തില്ല എങ്കിൽ നമ്മളെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരബദ്ധം അത് ആ കുഞ്ഞിന്റെ ജീവിതത്തിന്റെ സംസ്കാരമായി മാറും. അതുകൊണ്ടാണ് പറഞ്ഞു കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്റ, എല്ലാ മനുഷ്യന്റെ കുഞ്ഞുങ്ങളും ഭൂമിയിലേക്ക് ജനിക്കുന്നത് അൽ ഫിത്റ എന്ന നല്ല മാനസികാവസ്ഥയിലും ശുദ്ധമായ സംസ്കാരത്തോടെയുമാണ്. എന്നാൽ ഫഅബവാഹു യുഹബ്ബിദാനിഹി വയുനസ്സിറാനിഹി വയുമജ്ജിസാനിഹി, അവന്റെ ഉമ്മയും ബാപ്പയും ആ കുട്ടിയെ വിവിധ ഇസക്കാരനും സംസ്കാരമുള്ളവനും മാറ്റുന്നത്. അല്ലാഹു ശ്രദ്ധിച്ചത് ഒറിജിനൽ മുസ്ലിമായി വളരാൻ നല്ല മാനസികാവസ്ഥ. അപ്പൊ ജീവിതത്തിന്റെ പരിസരം മാതാപിതാക്കളെ പേര് പ്രത്യേകം പറഞ്ഞു അവരെ കൂടെ ജീവിക്കുന്നുണ്ട്. ആ ഉമ്മയും ബാപ്പയും കാണിച്ചു കൊടുക്കുന്ന വീട്ടിൽ നിന്ന് അവർ കണ്ടുപഠിക്കുന്ന സംസ്കാരത്തിനനുസരിച്ച് പിന്നെ പോകുക. അത് രൂപപ്പെടുന്ന പ്രായമാണ് ശ്രീഘട്ടം. അതിനാൽ പ്രായത്തിൽ കുട്ടികളെ ചേർക്കാൻ നമ്മൾ തിരഞ്ഞെടുക്കുന്ന കലാലയങ്ങളെ പോലും ചിന്തിക്കണം. കാരണം സംസ്കാരത്തിന്റെ അടിത്തറവാകുന്ന സമയമാണ്. അവിടെ ഇസ്ലാമിക വിരുദ്ധമായ സംസ്കാരങ്ങൾ കാണുകയും ചെയ്യുന്ന കേന്ദ്രത്തിലാണോ കുട്ടിയെ കൊണ്ടുപോയി ചേർക്കുന്നതെങ്കിൽ അങ്ങനെ നമ്മുടെ മക്കൾ വളരുക. ഇസ്ലാമിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന കേന്ദ്രങ്ങളിലാണെങ്കിൽ അതായിരിക്കും കുഞ്ഞിന്റെ സാംസ്കാരിക അടിത്തറ. അത് നമ്മൾ ഗൗരവത്തോടെ കാണണമെന്ന് പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇങ്ങനെ പ്രായത്തിൽ കുട്ടികൾക്ക് ആവശ്യമായ നല്ലത് മാത്രം പഠിപ്പിച്ചു കൊടുക്കണം. പാട്ട് കേൾക്കാൻ വളരെയുള്ള പ്രായമാണത്. നഴ്സറി പ്രായമുള്ള കുട്ടിയെ പാട്ടേക്കാൻ പോലും അതിന് കുറച്ച് പാട്ടും പഠിച്ചേക്കണം. നമ്മളെ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ ബുക്കൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് വാങ്ങിയിട്ടൊന്ന് പഠിച്ചാട്ടുമ്പോ തിന്നുന്നേരം ബിസ്മില്ല, കുടിക്കുന്നേരം ബിസ്മില്ല, കിടക്കുന്നേരം ബിസ്മില്ല, ഇങ്ങനെ കുറെ പാട്ടുകളുണ്ട്. ഞാൻ പഠിക്കാത്തോടൊന്നും പാടാൻ പറ്റൂല. നിങ്ങളത് പഠിച്ചിട്ട് തൊട്ടിലിട്ടാട്ടുന്ന ആളുകളല്ലേ. അതുപോലത്തെ നല്ല പാട്ടുകൾ ഇത് അവരെ മനസ്സിൽ തറ. ഇതേപോലെ നല്ല ചെറിയ കഥകൾ പറഞ്ഞു തുടരും കഥ പറയും. നീണ്ട കഥ ആക്കി നാളെ പറഞ്ഞിട്ട് അത് നോവലിലൊക്കെ കൊടുക്കാം. ഇത് ചെറിയ നുറുങ്ങുകൾ. അങ്ങനത്തെ കഥകൾ കേൾക്കാൻ വലിയ ആഗ്രഹവും ആശയും കുട്ടിക്ക്. അത് പറഞ്ഞു കൊടുക്കണം. മുത്തച്ഛിമാരോടും വലിയാപ്പാരോടും വലിയ സ്നേഹവും. കഥ പറഞ്ഞാൽ ഇഷ്ടായിരിക്കും. ഇങ്ങനെ നമ്മൾ മക്കൾക്ക് ആ പ്രായത്തിൽ സംസ്കാരം എന്താണെന്നതിനുള്ള നിർദ്ദേശങ്ങളും കൊടുത്തിട്ട് അടിത്തറ നന്നാക്കി വെക്കണം. നമ്മളെ ബക്കറ്റ് വരുന്നുണ്ട്. എല്ലാവരും പറയേണ്ടതില്ല. എല്ലാവർക്കും പരിചയമുള്ള ഒച്ചല്ലാത്തത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അങ്ങനെ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ കുട്ടികൾക്ക് അടിത്തറ സാംസ്കാരിക ഭാഗമായി അത് കഴിഞ്ഞ് 6 വയസ്സ് മുതൽ 9 വയസ്സ് വരെയുള്ള കാലം മധ്യബാല്യം എന്നാണ് അതിന് പറയാം. 3 വയസ്സ് മുതൽ 12 വയസ്സ് വരെയാണ് ബാല്യകാലം.
ബാല്യകാലത്തിന്റെ ആദ്യ ഘട്ടമാണ് 1 to 6. നഴ്സറി ഘട്ടം എന്നാണ് വിദ്യാഭ്യാസ വിചക്ഷണന്മാരുടെ ഭാഷയിൽ പറയുന്നത്. ഇനി 6 മുതൽ 9 വയസ്സ് വരെയുള്ള കാലം അതാണ് മധ്യ ബാല്യകാലം. ഈ കാലഘട്ടത്തിൽ ഒരു കുട്ടിയുടെ പ്രത്യേകത എന്തായിരിക്കും? ഓർമ്മശക്തി, ജീവിതയാത്രയിൽ ഏറ്റവും കൂടുതൽ ഒരു കുട്ടിക്ക് ഉണ്ടാവല് 9 വയസ്സിന് മുമ്പാണ്. അതായത് 6 മുതൽ 9 വയസ്സ് വരെയാണ് മനഃപ്പാഠമാക്കാൻ ഏറ്റവും കൂടുതൽ കഴിവുണ്ടായത്. അതുകൊണ്ടാണ് കോളേജിലേക്ക് നമ്മൾ എപ്പോഴാ കുട്ടിനെ ചേർക്കേണ്ടത്? അമ്മദ് +2 തോറ്റതാ, കോളേജിലേക്ക് പോയിക്കടാ എന്ന് പറഞ്ഞാലേ അവിടെ ക്യാൻറ്റീനിലെ ഓനെടുക്കുള്ളൂ, ഹിഫ്ലിന് എടുക്കൂല. കാരണം അതെപ്പം വരണം? 6 വയസ്സ് കഴിഞ്ഞു വന്നാൽ വേഗം പഠിക്കാൻ. മാമുന ശാഫി റളിയല്ലാഹു അൻഹു 7 വയസ്സായപ്പോൾ 30 ജുസു കാണാതെ പഠിച്ചു. 9 വയസ്സിന് മുമ്പ് 6 വയസ്സിന് ശേഷം എപ്പം വരുന്നു അത്രയും സ്പീഡിൽ മനപ്പാടാക്കാൻ കഴിയും. 9 അങ്ങോട്ട് കഴിഞ്ഞിട്ട് വന്നാൽ പിന്നെ 3.5 കൊല്ലത്തിലേക്ക് പോകും. 9 വയസ്സിന്റെ മുമ്പ് വന്നാൽ 1.5-2 കൊല്ലത്തിന്റെ ഉള്ളിൽ കുട്ടികളൊക്കെ മനപ്പാടാക്കും. വലിയ ഹിഫ്ളിന് പഠിക്കുന്ന കുട്ടികളല്ലേ? അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല വളരെ എളുപ്പത്തിൽ ചെയ്യാനുള്ള എല്ലാ കരുത്തും നൽകുമാറാകട്ടെ. നമുക്ക് നമ്മുടെ മക്കൾക്കൊക്കെ തൗഫീഖ് വർദ്ധിപ്പിക്കട്ടെ. അവരൊക്കെ ചെറുപ്പത്തിൽ വന്ന ചെറിയ കുട്ടികളാണ്. വേഗം പഠിക്കാൻ കഴിയാ പ്രായത്തിൽ. വയസ്സ് കൂടിക്കഴിഞ്ഞാൽ അത് പഠിക്കാൻ കഴിയൂല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത്തഅല്ലുമു ഫിശ്ശിഅരി കന്നഖ്ശി അലൽ ഹജരി സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രായത്തിൽ ഒരു പഠിക്കുക എന്നത് കരിങ്കല്ലിൽ കൊത്തിവെച്ചതുപോലെയാണ്. അത് പോകൂല. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് പഠിച്ചാലും ഇടക്കിടക്ക് ഉപയോഗിച്ച് മാഞ്ഞു. അപ്പോ ഓരോ സമയത്തും നമ്മൾ അതുപോലെ പറഞ്ഞു. നമ്മളെ സുന്നി വിദ്യാഭ്യാസം, കുട്ടികളുടെ മനഃശാസ്ത്ര പ്രായപരിധി ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് പാഠപുസ്തകം തയ്യാറാക്കി. അത് വേറെ ഇമാമികൾ എഴുതി വെച്ച കിതാബ് ഉണ്ടാക്കിയതല്ല. അത് വിദഗ്ധരായ ആളുകൾ ഇരുന്ന് പഠിച്ച് മനഃശാസ്ത്രം നോക്കി ഓരോ പ്രായത്തിൽ തെരഞ്ഞെടുത്തു. പഴയകാലത്ത് ഇമാമികൾ എഴുതി വെച്ച് തന്നെയാണ്. പക്ഷേ അത് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണമല്ലോ. ഉൾക്കൊള്ളാൻ കഴിയും ഓരോ സമയത്തും കൊടുക്കാവൂ. അങ്ങനെ നമ്മൾ കൊടുത്തു. അതുകൊണ്ട് ശരാശരി 9 വയസ്സുള്ള ഒരു കുട്ടി മദ്രസയിൽ 4ാം ക്ലാസ്സിൽ എത്തണം എന്നാ കണക്ക്. ആ സമയമാകുമ്പോഴേക്ക് അത്യാവശ്യം മനഃപ്പാഠമാക്കുന്ന സൂറത്തുകൾ, ആയത്തുകൾ, നിസ്കാരത്തിനകത്തും പുറത്തുള്ള ഇതൊക്കെ നമ്മളെ പാഠപുസ്തകത്തിൽ വന്നിട്ടുണ്ട്. അതാ സുന്നി വിദ്യാഭ്യാസ ബോർഡ് പാഠത്തിന്റെ പ്രത്യേകത. മനഃശാസ്ത്രപരമായിട്ടാണ് ഒക്കെ തയ്യാറാക്കിയത്. അതിനാൽ ഈ പ്രായമുള്ള കുട്ടികളുള്ള രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. 3ലും 4ലും പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഒഴിവുള്ള സമയത്തൊക്കെ ഇതൊക്കെ നമ്മളൊന്ന് ചൊല്ലിച്ച് ഉറപ്പുവരുത്തണം. ഇപ്പം പഠിക്കാതെ പോയാൽ കുറച്ച് കഴിഞ്ഞാൽ ഇതങ്ങോട്ട് മൊബൈലിൽ കേറൂല. അപ്പൊ കയറുന്ന സമയത്ത് കേറുന്നുണ്ടോ കൂടെ ശ്രദ്ധിക്കണം. മദ്രസന്ന് പഠിച്ച് മാർക്ക് അത് പിന്നെ വിട്ടുപോകാതിരിക്കണമെങ്കിൽ നമ്മളും പ്രായം പരിശോധിച്ച് ആ സമയത്തുള്ളതൊന്ന് പഠിപ്പിച്ചു കൊടുക്കണം. വല്ലാത്ത ആസൂത്രിതമായിട്ട് നമ്മുടെ പാഠപുസ്തകം തയ്യാറാക്കിയത്. അതുകൊണ്ടല്ലോ സുന്നി വിദ്യാഭ്യാസ ബോർഡ് മക്കളെ തുടങ്ങിയാലും അവിടെ കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരം ഉയരുകയാണ്. അവരെ ബോധം വർദ്ധിക്കുകയാണ്. അതിലേക്ക് ഇങ്ങനെ കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ നമ്മൾ മദ്രസയിൽ പഠിക്കുമ്പോൾ അല്ലാഹുവിനെ എങ്ങനെ പഠിച്ചത്? അല്ലാഹു ഏകനാണ്, അവനല്ലാതെ ഇലാഹില്ല, അവന് യാതൊരു കാര്യമില്ല, അവൻ സർവശക്തനാണ്.
ഇങ്ങനെയുള്ള കുറച്ച് വാക്കുകൾ അന്നത് മതിയായിരുന്നു. കാരണം യുക്തിവാദവും കുശുമ്പോ എന്നുള്ള കാലല്ല. അള്ളാഹു ഏകനല്ല രണ്ടാം ആരും വരാറുണ്ടായിരുന്നു. ഇന്നത്തെ കാലം അങ്ങനെയല്ല. ഇന്ന് കുട്ടികൾ ശാസ്ത്രം പുരോഗമിച്ച യുഗത്തിൽ എന്തുകൊണ്ട് ചിന്തിക്കണ കാലം. അപ്പൊ അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ ഇങ്ങനത്തെ ചില വാക്കുകൾ പറഞ്ഞാൽ പോരാ, ശാസ്ത്രീയമായി ബോധ്യപ്പെടുന്നതാണ് സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രത്യേകത, പാഠപുസ്തകങ്ങളുടെ പ്രത്യേകത. അതുകൊണ്ട് കുട്ടികൾക്ക് അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ ഒരു ദിവസം ഇങ്ങനെ ഉസ്താദ് രീതിയുണ്ട്. നമ്മളെ ബുക്കിൽ ഓരോ ക്ലാസ്സിൽ ഓരോ രീതിയാണ്. ഒരു ഗ്ലാസ് ഉസ്താദ് വരുന്നത് നല്ലൊരു ഭംഗിയായിട്ടാണ്. അത് കാണുമ്പോ അങ്ങനെ കളിച്ചോണ്ടിരിക്കുമല്ലോ ഒഴിവ് കിട്ടിയാൽ. അപ്പൊ ഉസ്താദ് എല്ലാരും കളിയും നിന്നു. എല്ലാരെയും തൊള്ളയില് കപ്പലോടാണുള്ള വെള്ളം. ഭംഗിയായിട്ടാണല്ലോ വന്നത്. എല്ലാരും ശ്രദ്ധ ഉസ്താദിനെ കൊള്ളയായി. മാങ്ങല്ലാതാണെങ്കിലോ ഓക്കുമായിട്ട് വരും. ഉസ്താദ് ബ്ലാക്ക് ബോർഡിൽ നല്ല ചിലപ്പോൾ ഒരു മാങ്ങ വരും. അപ്പോഴേക്ക് കുട്ടികൾക്ക് ശ്രദ്ധ അങ്ങോട്ടായി. എന്താപ്പൊന്ന് മാങ്ങയാണല്ലോ. അങ്ങനെ ഉസ്താദ് ശ്രദ്ധ ക്ഷണിച്ചിട്ട് നല്ല മക്കളൊക്കെ മാങ്ങ കണ്ടിട്ടില്ലേ, കാണുക മാത്രമല്ല വരുമ്പോ ഓരോരുത്തരും പറയാൻ ഇരിക്കട്ടെ. എന്നാൽ നമ്മൾ ഒരു കാര്യം ചിന്തിക്കാൻ പോവാണ്. എന്താ ചിന്തിക്കുന്നത്? ഈ മാങ്ങ എവിടെ ഉണ്ടാവും നിങ്ങൾക്കറിയാം? മാങ്ങ ഉണ്ടാകുന്നത് മാവിലാണ്. അല്ലേ? ആർക്കും മാവുമ്പോ തന്നെ. പിന്നെ രണ്ടാമത്തെ ചോദ്യം, പിന്നെ ഉസ്താദ് പറയുന്നെന്താ? എന്നാൽ ഈ മാവ് എന്ന് പറഞ്ഞ മരം നിന്നാണ് ഉണ്ടാകുന്നത്? മാങ്ങയിൽ നിന്നാണ്. അല്ലേ? അപ്പൊ കുട്ടികൾ ശരിയാണല്ലോ. മാങ്ങന്റെ അങ്ങി വളച്ചിട്ടാണല്ലോ മാവുണ്ടാണ്. ശരിയാണ്. അതിലും തർക്കല്ല. അപ്പൊ മാങ്ങ ഉണ്ടാകുന്നത് മാവുണ്ടാകുന്നത് മാങ്ങയിൽ നിന്നാണ്. ഈ രണ്ട് കുട്ടികളൊക്കെ ഉറപ്പിച്ചു. ഇനി ഉസ്താദ് മക്കളെ ഇതിൽ നിന്ന് ഏതാ ആദ്യം ഉണ്ടായത്? അപ്പൊ ഒരുത്തൻ വല്ലാത്ത ധൃതിയുള്ളൊരു ചങ്ങായി. ഓൻ ചാടി മറുപടി, അത് മാവുണ്ടായെങ്കിലല്ലേ മാങ്ങ ഉണ്ടാവുള്ളൂ. അപ്പം വേറെ മാങ്ങണ്ടേ. അപ്പം തറക്കായി. ഏതാദ്യം ഉണ്ടായത്? ഒരുത്തൻ പറയുന്ന മാങ്ങയാണ്, മാവാണ്. ഏതായാലും ഒരു തീരുമാനം ആദ്യം ഉണ്ടാവണം. അത് മറ്റൊന്നിനെ ആശ്രയിക്കാതുണ്ടാകുകയും വേണം. അല്ലേ? ഒന്നുകിൽ മാവായി മാങ്ങ. ഇല്ലായ്മയിൽ നിന്ന് ഈ മാവിനെ ഉണ്ടാക്കിയവനാരാണ്? പിന്നെ കുട്ടികളെ മോത്തോട് ഞങ്ങളെ വാപ്പാര അവനാണ് അല്ലാഹു സുബ്ഹാനഹു അല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇ. എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവ് അല്ലാഹുവാണ്. ഫഅബ്ദൂ, അതുകൊണ്ട് അല്ലാഹുവിനെ ആരാധിക്കണം. ഈ കാലത്ത് കുട്ടിക്ക് അല്ലാഹുവിനെ പരിചയപ്പെടുത്തേണ്ടത് അല്ലാഹു ഏകനാണ് മാത്രം പറഞ്ഞാൽ വാക്കിനൊപ്പം പരിചയമല്ല. അപ്പൊ കാലത്തിനനുസരിച്ച് കുട്ടികളുടെ മനഃശാസ്ത്രം മനസ്സിലാക്കി പ്രായം പരിശോധിച്ചാണ് നമ്മൾ തയ്യാറാക്കിയത്. കൂട്ടത്ത് പറഞ്ഞതാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളെ ഈ വിദ്യാഭ്യാസ പാഠപുസ്തകം പഠിപ്പിക്കുന്നതിന് മാനിക്കണം. ആ മക്കൾ ഇനിയതാ പ്രായം അവര് 9 വയസ്സ് സമയത്ത് ചില കാര്യങ്ങളിലൂടെ 60 വയസ്സ് വരെ അത് പരിശീലനത്തിന്റെ പ്രായമാണ്. നമ്മളെ കുട്ടികൾക്ക് അടിത്തറ മാനസികമായി നൈസർഗികത്തിൽ പാകപ്പെടുഞ്ഞാൽ ഇനി നന്മയുടെ വഴിയിലേക്ക് പരിശീലനം കൊടുക്കേണ്ടത് 6 വയസ്സ് 9 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ്.
അതുകൊണ്ടാണ് പറഞ്ഞു നിങ്ങളെ മക്കൾ 7 വയസ്സിലേക്ക് കടന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ പരിശീലിപ്പിക്കണം. ലോകം കണ്ട ഏറ്റവും വലിയ മനഃശാസ്ത്ര മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പ്രായത്തിൽ പരിശീലനം കൊടുക്കണം. അത് ഏത് വിഷയത്തിനാണെങ്കിലും ഭൗതികമായിട്ടാണെങ്കിലും മതപരമായിട്ടാണെങ്കിലും നമ്മളെ കുട്ടി എന്താണോ എങ്ങനെയാണോ അതിന്റെ പരിശീലന സമയത്ത് ഭൗതികമായിട്ടാണെങ്കിൽ ഒരു കുട്ടി നല്ല പന്തുകളിക്കാരനാവണം. വലിയ മുന്തിയ സംഗതിയായിട്ട് പറയല്ല പരിശീലനം കൊടുക്കേണ്ടത്. അത് ലോകകപ്പ് വരിക. അപ്പൊ നമ്മൾ നോക്കല്ലേ ഒരു ആളെ വിളിച്ചിട്ട് അവിടുന്ന് കുറച്ച് ആൾക്കാരെ തെരഞ്ഞെടുത്ത് ഇന്ത്യന്റെ കളിക്കാരമായി ഓളുമായിട്ട് പോരാ. 100-150 കോടി ജനങ്ങളെ ഒരു 11 ആളെ കിട്ടില്ല. പരിശീലനം കൊടുക്കില്ല. നമ്മൾ ഓരോ കപ്പിന്റെ സീസണിന്റെ അപ്പങ്ങൾ തെരഞ്ഞെടുക്കാൻ 6ാം വയസ്സിൽ കെട്ടിക്കൊടുത്ത് പരിശീലനം കൊടുത്തെങ്കിൽ ഗോൾ വാങ്ങണ കുട്ടികളെ പരിശീലന ആ പ്രായത്തിൽ ആത്മീയമായ ഒഴിച്ചുകൂടാനാകാത്തതാണ്. അത് എപ്പം കൊടുക്കണം. മഹാന്മാരായ പറയുന്നുണ്ട്, കുട്ടികളായ ഞങ്ങളെ ജീവിതം പരിശീലിപ്പിക്കാറുണ്ട്. ഭക്ഷണം കഴിക്കുന്ന നേരത്ത് ഞങ്ങളെ അടുത്തേക്ക് കൂടെ ഇരുത്തും. മക്കളെ വിളിച്ചു പറയും മോനെ ചൊല്ലിയിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. ഭക്ഷണം കഴിക്കുമ്പോൾ കുട്ടികളെ കൂടെ ഇരുത്തണം. കുട്ടിയൊക്കെ ചോറ് കൊടുത്താ എന്നറിഞ്ഞ് ഓലങ്ങനെ പരിശീലിപ്പിക്കേണ്ട സമയം. എന്നിട്ട് അവിടുന്ന് കുറച്ച് ആട വെച്ച് കോഴികൾ നന്നായിട്ട് വാരി വലിച്ചിട്ട് പോകും. ഉമ്മന്റെയും ബാപ്പന്റെയും കൂടെ മക്കളെ ഇരുത്തണം. പരിശീലനം കൊടുക്കേണ്ട പ്രായമായ അഥവാ 6 വയസ്സ് എത്തിയാൽ നബി പറയും കൂടെ ചൊല്ലണം മോനെ. പിന്നെ പറയുമ്പോ നിന്റെ വലത് കൈ കൊണ്ടെടുത്ത് തിന്നണം. നിന്റെ അടുത്തുള്ള പാത്രങ്ങളിൽ നിന്ന് മാത്രം എടുക്കണം. കോഴി പൊരിച്ചത് ഒന്നോ എന്റെ കൊണ്ടുവന്ന അപ്പുറത്തെ പ്ലേറ്റിലുണ്ട്. വലിയ വളവുള്ള കുട്ടികളാണ് എന്ത് ചെയ്യും, അപ്പുറത്തത് ആദ്യം എടുക്കും. നമ്മുടെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ടല്ലോ, പിന്നെ എടുക്കാലോ. അങ്ങനത്തെ മക്കളോട് അടുത്തുള്ളതിൽ തന്നെ എടുക്കണമെന്ന് പറയാം. പിന്നെ അവിടുന്ന് പറയും ഓരോന്നെടുത്ത് തിന്നേണ്ട സാധനങ്ങൾ അങ്ങനെ എടുക്കാൻ പാടുള്ളൂ. ഈത്തപ്പഴം, ബിസ്ക്കറ്റ്, ഇതൊക്കെ ഓരോന്നെടുത്ത് കുരുവാക്കിയിട്ട് പിന്നെ അടുത്ത് തിന്നേണ്ട സാധനം. ചില കുട്ടികൾക്ക് സുഖൂറ് സുന്ദരനാന്ന് പറഞ്ഞ പേന്റാ ഉണ്ടാകുക. 100 കീശിയൊക്കെ ഉണ്ടാവും. ഓരിങ്ങനെ വാരി തീരോട്ട് പിന്നെ തിന്നാൻ. ഇതൊന്നും കൂടെ തിന്നുമ്പം പാടില്ല. അപ്പൊ ആ പ്രായത്തെ നമ്മൾ അത് പഠിപ്പിച്ചു കൊടുക്കണം. ഓരോന്നെടുത്ത് തിന്നേണ്ട സാധനം ഓരോന്ന് മാത്രമേ കഴിക്കാവൂ. അങ്ങനെ അതാ പരിശീലനം കൊടുക്കുകയാണ്. ഈ പരിശീലനത്തിന്റെ കുറവാണ് നമ്മുടെ മക്കൾക്കുള്ളത്. നിങ്ങളെ കുട്ടികൾ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടതെന്ന് മദ്രസന്ന് പഠിച്ചിട്ടുണ്ട്. പരിശീലനം കിട്ടിയിട്ടില്ല. വിസർജനത്തിന് പോകുമ്പോൾ കാലിൽ ചെരുപ്പ് വേണം, തലമറക്കണം, ഇടതുകാല് മുന്തിച്ച് കടക്കണം, കടക്കുമ്പോൾ ദിക്റ് ചൊല്ലണം. പരീക്ഷ എഴുതി കുട്ടി മാർക്ക് വാങ്ങിയിട്ടുണ്ട്. അതിന്റെ പേരിൽ കിട്ടിയ സർട്ടിഫിക്കറ്റ് ചുമരിൽ നിൽക്കുന്നുണ്ട്. എന്നാൽ ബാത്റൂമിലേക്ക് പോകുന്ന സമയത്ത്, ടോയ്ലറ്റിലേക്ക് കടക്കുന്ന സമയത്ത് ഒരു മര്യാദയും നമ്മളെ മക്കള് പാലിക്കാറില്ല. മുട്ടിയാലൊരൊറ്റ ചാട്ട. ചിലപ്പാടെ പോയൊന്ന് പോകും, അന്ന് നീക്കും. ഒരു ദിക്റുല്ല എന്താ ആരും നോക്കലില്ല അല്ലെ. ചെരുപ്പിടലൊന്നുമില്ല. ഒരു 2-3 ദിവസം ഉമ്മയും ബാപ്പിയൊന്നും അവിടെ നിന്ന് എങ്ങനെയാണോ പോകുക. ഒന്ന് നമ്മൾ നിന്നു കൊടുത്താൽ 3-ാമത്തെ ദിവസം മുതൽ നിങ്ങൾ ആരും നോക്കണം. കുട്ടികൾ അവരുടെ ശീലത്തിലേക്ക് വരും. അവർ സംസ്കാരമായി മാറും. നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് പരിശീലനം കൊടുക്കേണ്ട. ഈ സമയം കൊടുത്താൽ പിന്നെ നമുക്ക് സന്തോഷിക്കാൻ കഴിയും. ഇതാണ് നഴ്സറി, ഈ മധ്യബാല്യത്തിന്റെ പ്രത്യേകത. ഞാൻ പരത്തി പറയുന്നില്ല. 9 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കാലം അത് അന്ത്യബാല്യമാണ്. ബാല്യകാലത്തിന്റെ അവസാന ഘട്ടമാണ്. ഈ സമയത്ത് കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ പ്രത്യേകം നമ്മൾ തിരിച്ചറിയണം.
കുട്ടികളുടെ മസ്തിഷ്കത്തിന്റെ വികസനം കൂടി വന്ന് ഇപ്പോൾ സ്വയം പര്യാപ്തതയിലേക്ക് കുട്ടി നീങ്ങുന്ന ഘട്ടമാണ്. അഥവാ 10 വയസ്സ് വരെ 4ാം ക്ലാസ്സിൽ വരെ പഠിക്കുന്ന കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ ശ്രദ്ധിച്ചു എന്തായിരിക്കും അവരുടെ സ്വഭാവം? എല്ലാം മനോടെ എടമ്മാന്റെ ബാഗ്, ചോറ്റുംപാത്രം, മുണ്ട്, എണ്ണ, സോപ്പ്, ബുക്ക്, പെൻസിൽ, തട്ടം, ഇതൊക്കെ 4ാം ക്ലാസ് വരെയുള്ള സമയത്ത് കുട്ടികൾ നമ്മളോട് നിലച്ചു. 5ാം ക്ലാസ്സിലേക്ക് എത്തിയ, അതായത് ഒരു 9 വയസ്സ് കഴിഞ്ഞ് 10ലേക്ക് കടക്കാൻ തുടങ്ങുമ്പോഴേക്ക് തന്നെ കുട്ടികൾ അവരവരെ സംഗതിയൊക്കെ അവര് സ്വന്തം ചെയ്യാൻ തുടങ്ങും. അതിന്റെ ഭാഗമായി കുളിക്കാൻ പോകുമ്പോൾ വെളിച്ചെണ്ണ ആരെന്നെ എടുക്കുക, ഓൻ തന്നെ അതിനമ്മ എന്നിട്ട് കൊടുക്കേണ്ടി വരും. ഇപ്പൊ വെളിച്ചെണ്ണന്റെ ഉപ്പെടുത്തിട്ട് പകുതി കയ്യിലും ബാക്കി നിലത്തും. ഇങ്ങനെ ഉദ്ഘാടനം ഉണ്ടാകുക. ഇത് കാണുമ്പോൾ നമുക്ക് പിരാന്തൊടിച്ച് എന്നോടാരാ എടുക്കാൻ പറഞ്ഞത്? ഞാനടുത്ത് തേച്ചു തരൂലേ എന്ന് പറഞ്ഞ് ഉമ്മ തേച്ചു കൊടുക്കുന്ന സിസ്റ്റം തുടർന്നാൽ ഈ കുട്ടിക്ക് നിങ്ങൾ എന്നും ആദ്യമായി നിൽക്കേണ്ടി വരും. മക്കൾ സ്വയം പര്യാപ്തതയിലേക്ക് നീങ്ങേണ്ട സമയം, അവരെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട സമയമാകുമ്പോഴാണ് അതിനവർ ശ്രമിക്കുക. അതിന് നമ്മൾ സൗകര്യം ചെയ്തു കൊടുക്കണം. ആവശ്യമായ പരിശീലനങ്ങളും മറ്റും കാണിച്ച് ചെയ്തു കൊടുക്കണം. അല്ലാതെ ഞാനാട് തേച്ചത് എന്ന് പറഞ്ഞാല് വലിയായാലും കുളിപ്പിച്ചു കൊടുക്കേണ്ടി വരും. എന്താ ചെയ്യേണ്ടത്? എങ്ങനെ എണ്ണ വാശിന്റെ ഒരു ദിവസം കാണിച്ചു കൊടുത്താൽ മതി, ഓനറിയാം. കോഴി നമ്മളൊരു പാഠം പഠിച്ചത്. എന്താ പഠിച്ചത്? ചെറിയ കുട്ടീനെ ഇങ്ങനെ അടക്കി വെച്ച് ചൂട് കൊടുത്തില്ലേ? അതേ കോഴിയിൽ നിന്ന് മറ്റൊരു പാഠം കൂടി പഠിക്കും. നമ്മൾ കോഴി തിന്നുന്ന മാത്രമല്ലേ പഠിച്ചത്. എന്താ പാഠം? ഇത്ര ജാഗ്രതയോടാണ് ഈ കോഴികൾ മക്കളെ പോറ്റുന്നത്. കുട്ടികൾ വിരിഞ്ഞാ പിന്നെ ഓല് ജാഗ്രത കാണിച്ചിട്ടല്ല താത്തിയക്കൂലല്ലോ. അങ്ങനെ എപ്പോഴും തയ്യാറെടുപ്പാണ്. ഒരു കാക്കന്റെ നേല് കണ്ടാൽ, ഒരു പരുന്ത് വട്ടമിടുന്നത് കണ്ടാൽ പിന്നെ പ്രത്യേക സൈറൺ മുഴക്ക് കുട്ടികളെ അഭയകേന്ദ്രത്തിൽ ഒളിപ്പിച്ച് ഇതിങ്ങനെ നോക്കി നിൽക്കുകയാണ്. താഴ്ന്ന് വരികയാണെങ്കിൽ നിങ്ങളുടെ ഇറങ്ങുന്നത് അങ്ങോട്ട് പറക്കുകയാണ്. എത്ര സ്നേഹത്തോടെ പോറ്റിയാണ് ഈ മക്കളെ. കുറച്ചു കഴിഞ്ഞാൽ ഈ കുട്ടികളെ അപ്പൊ നമ്മൾ തീരെ സ്നേഹമില്ലാത്ത തള്ളകോയ്ക്ക് വിവരണ്ടി, അമ്മക്ക വിവരമില്ലാത്ത. അതിന് വിവരം അള്ള കൊടുത്തതാണ് അല്ലേ? എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന വിവരം അള്ള കൊടുത്തിട്ടുണ്ട്. എല്ലാ ജീവജാലങ്ങളുടെയും ജീവിതം എങ്ങനെയാകണമെന്ന് നിശ്ചയിക്കുകയും അതിലേക്ക് മാർഗദർശനം നൽകുകയും ചെയ്തവൻ അല്ലാഹുവാണ്. കോഴിക്കറിയാം, നമ്മളെ വയലു കൊടുക്കേണ്ട ആവശ്യമില്ല, പുസ്തകം വായിക്കേണ്ടതില്ല, CD കേൾക്കേണ്ടതില്ല, ജനനം മുതൽ മരണം വരെ ജീവിക്കണമെന്ന് മനുഷ്യേതര ജീവികൾക്ക് അല്ലാഹു നേരിട്ട് വിവരം കൊടുത്തിട്ടുണ്ട്. തെറ്റുണ്ടാവില്ല. അപ്പൊ അവര് കുട്ടികൾ സ്വയം നയിച്ചു നിന്ന സമയമാകുമ്പോ പോയടാ നിന്റെ വേക്കിൽ നടക്കല്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ ആട്ടുന്നത്. ഇതുപോലെ നമ്മളെ കുട്ടികൾ അവരെ സ്വന്തം കാര്യമൊക്കെ സ്വയം ചെയ്യേണ്ട സമയമാണ് നടക്കുന്നതോടുകൂടി. അവിടെ ഉമ്മ കുളിപ്പിച്ചു കൊടുക്കാനും ബാഗ് തെരഞ്ഞെടുത്തു കൊടുക്കാനും വസ്ത്രം എടുത്തു കൊടുക്കാനും നിന്നാൽ ഈ പണി മരണം വരെ തുടരേണ്ടി വരും. അതിനുള്ള ചെറിയ പരിശീലനം നേരത്തെ കൊടുക്കണം. ചോറ് കൊണ്ടെത്തലും പാത്രം എടുത്തു വെക്കലും കുറച്ചൊക്കെ കഴുകി വെക്കലും ഒക്കെ ഇതിന്റെ മുമ്പ് തന്നെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കണം. പരിശീലനം കൊടുക്കണ പ്രായത്തിൽ 10 വയസ്സായതിന് അവരെ കാര്യമൊക്കെ അവര് ചെയ്യണം. അവർക്ക് ചെയ്യാൻ പറ്റാത്തത് മാത്രമേ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്. അത് പ്രകൃതിപരമായി കുട്ടികൾ ചെയ്യും. അത് നമ്മൾ തടസ്സം ചെയ്യാൻ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആ സമയത്ത് അവര് സ്വയം ചെയ്യുമ്പോൾ എല്ലാം അബദ്ധമാവില്ല, പലതും അബദ്ധമാകും. അബദ്ധമാകുമ്പോൾ അത് ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് തിരുത്തി കൊടുക്കുകയാണ് വേണ്ടത്. നല്ലതാണ് തെരഞ്ഞെടുത്ത് ചെയ്തതെങ്കിൽ അതിനെ അംഗീകരിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. ഉദാഹരണം പറഞ്ഞാൽ 10 വയസ്സായ ഒരു ദിവസം വീട്ടിൽ സാധാരണ സ്കൂൾ വിട്ട് വരില്ല, 5 മണിക്ക് എത്തലുണ്ടവൻ. അന്ന് വന്നത് 6 മണിക്കാണ്. അപ്പൊ ഉമ്മയും ബാപ്പും ചോദിക്കണം സമയം വൈകിയാൽ എന്താടാ മണിക്കൂർ ലേറ്റ് ആയി പോയത്. അപ്പോ മറുപടി പറയും അത് മങ്ങള് രാവിലെ പറഞ്ഞില്ല ഇവിടുന്ന് വല്യപ്പാക്ക് സുഖല്ല. അപ്പൊ ഞാൻ സ്കൂളിൽ വരുമ്പോ അവിടെ കയറിയതാണ് തറവാട്ടില്. അങ്ങനെ ഒരു മണിക്കൂർ വൈകിയതാണ്. അതിനെന്താ ഉമ്മയും ബാപ്പും പ്രതികരിക്കേണ്ടതില്ല.
അങ്ങനെയാ ചെയ്യേണ്ടത്. വലിയാപ്പക്ക് സുഖല്ലാന്ന് കേട്ടപ്പോഴേക്ക് നമ്മൾ പറയാതെ തന്നെ അവിടെ പോയല്ലോ. അതിനെ അഭിനന്ദിക്കണം. അവിടെ നമ്മളോട് ചോദിക്കാതെ മേലാൽ അങ്ങനെ പോയാൽ കാലിയാൻ കൊത്തുന്നൊന്നുമല്ല പറയുന്നത്. നല്ലൊരു സംഗതിയാ സ്വയം ചെയ്ത് അതിനെ അംഗീകരിക്കണം, അതിനെ സപ്പോർട്ട് ചെയ്യണം. 10 വയസ്സുകാരനല്ലേ, അവരെ വ്യക്തിത്വത്തെ മാനിക്കാതെ നമ്മൾ പറഞ്ഞേക്ക് തന്നെ വരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ നന്നായിട്ടും കാര്യം നമ്മളോട് വെറുപ്പും ദേഷ്യം ഉണ്ടായി. വേറൊരു ദിവസവും ഇതേ കുട്ടി 6 മണിക്ക് വന്നു, 5 മണിക്ക് വരേണ്ടവൻ ഒന്നും ചോദിക്കണം. വല്യമാനെ കാണാൻ പോയതായിരിക്കും നമ്മൾ വിചാരിച്ചിരിക്കാൻ പാടില്ല. കുട്ടികൾ വയ്യ ചോദിക്കണം. അപ്പോ എന്റെ മറുപടി എന്താ? അത് ഞാൻ അങ്ങനെ വരുമ്പോ നോക്കണ്ട അവിടുന്ന് ക്രിക്കറ്റ് കളിക്കും. അപ്പോലിനോട് പറഞ്ഞു 5 ഓവർ എറിഞ്ഞു. അങ്ങനെ ഞാൻ വേഗം പാത്രം കട വെച്ച് എറിയാൻ കൂടിയതാണ്. അവനോടെന്താ പറയുന്നത്? ഇത് പറ്റൂല. ക്രിക്കറ്റ് കളിക്കലും പന്ത് കളിക്കലും ഒക്കെ സ്കൂൾ പാഠപുസ്തകവും ബാഗും ചോറ്റും പാത്രമൊക്കെ ഇവിടെ എത്തിച്ചതിന് ശേഷം ഇത് കളിക്കളത്തിൽ വെച്ച് നീ കളിക്കാൻ ഇറങ്ങിയാൽ നിന്റെ പഠനോപകരണങ്ങൾ നഷ്ടപ്പെട്ടു പോകും. മേലിലത് ചെയ്തേക്കരുത്. ആ തെരഞ്ഞെടുത്ത തീരുമാനം തെറ്റാണെന്ന് കാര്യകാരണ സഹിതം ബോധ്യപ്പെടുത്തി കൊടുത്താൽ ആ പിതാവിനോടും മാതാവിനോടും കുട്ടിക്ക് സ്നേഹമുണ്ടാകും. ഇതുപോലെ വീടി വലിക്കാൻ തുടങ്ങല്, സിഗരറ്റ് വലിക്കാൻ തുടങ്ങലൊക്കെ ചിലപ്പോൾ ഈ പ്രായത്തിലാണ്. ഓരോരുത്തരിങ്ങനെ കാണുമ്പോൾ സ്വയം ചെയ്യേണ്ട സമയമാണ്, സ്വയം തീരുമാനം എടുക്കും. അപ്പൊ ഇതൊക്കെ കണ്ടാൽ എന്താ ചെയ്യേണ്ടത്? കാര്യകാരണ സഹിതം പറഞ്ഞു. അതിലൂടെ വരാൻ പോകുന്ന ദൂഷ്യത, അതുകൊണ്ട് വരാൻ പോകുന്ന രോഗങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, ഇതൊക്കെ ബോധ്യപ്പെടുത്തി സ്നേഹത്തോടെ നമ്മൾ അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണം. ഇങ്ങനെ നന്മയും തിന്മയും കുട്ടികൾ തെരഞ്ഞെടുക്കുന്നത് നിരീക്ഷിച്ച് നന്മയെ പിന്തുണച്ച് തിന്മയെ തിരുത്തി കൊടുത്ത് കുട്ടികളുടെ ഏറ്റവും നല്ല കൂട്ടുകാരനാവാൻ ഈ പ്രായത്തിൽ ഉമ്മക്കും ബാപ്പക്കും കഴിയണം. അങ്ങനെ നന്മയുടെ വഴിക്ക് വരുന്നില്ലെങ്കിൽ ഇനി അവനെ ഒന്ന് ഭയപ്പെടുത്തുകയും വേണ്ടി വന്നാൽ വേദനിപ്പിക്കുകയും ചെയ്യുന്ന പ്രായം കൂടിയാണത്. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളെ മക്കൾക്ക് 10 വയസ്സ് കഴിഞ്ഞിട്ട് അവൻ സ്വയം നിസ്കരിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ അവന് വേണ്ടി വന്നാൽ അടിക്കണം. കാരണം പരിശീലനം നേരത്തെ കൊടുത്തു. അത് സ്വയം ചെയ്യേണ്ട സമയമാണ്. അതിനൊന്നും തയ്യാറായിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അടിക്കലും സുബൈയും കരിക്കുന്നില്ലെങ്കിൽ ഒന്ന് കൊടുക്കണം, എഴുന്നേൽപ്പിക്കണം, നിസ്കരിപ്പിക്കണം. അല്ലാതെ ഇനി മൂത്തുപോയാലോ, ചില്ലയാകുമ്പോ നമുക്ക് വളക്കാം. മരായാലോ വളച്ചാ കിട്ടൂല. അതുകൊണ്ട് വളക്കാനുള്ള അവസാനത്തെ സമയമാണ്. നമ്മൾ ജാഗ്രതയോടെ നിയന്ത്രിക്കണം. ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. ഈ പ്രായത്തിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ വേറൊരു നിർദ്ദേശവും കൂടി ഇതേ ഹദീസിലുണ്ട്. 7 വയസ്സായാൽ നിങ്ങളെ മക്കൾക്ക് നിസ്കാരം പരിശീലിപ്പിക്കണം. 10 വയസ്സായിട്ടും സ്വയം നിസ്കരിക്കുന്നില്ലെങ്കിൽ അതിന്റെ പേരിൽ വേണ്ടി വന്നാൽ അടിക്കണം. ആ ഹദീസിൽ 3ാമത്തെ ഒരു പാർട്ട് കൂടിയുണ്ട്. 10 വയസ്സ് നിങ്ങളെ മക്കൾക്ക് എത്തിക്കഴിഞ്ഞാൽ ഉറക്കറയിൽ നിങ്ങൾ അവരെ വേർതിരിച്ച് കിടത്തണം. അതായത് 10 വയസ്സായ മകനെ കൂടെ ഉറക്കാൻ പാടില്ല. 10 വയസ്സായ മകളും ബാപ്പയും ഒരു ബെഡിൽ ഉറങ്ങാൻ പാടില്ല. 10 വയസ്സായ മകനെയും മകളെയും ഒരു കട്ടിലിൽ ഉറക്കാൻ പാടില്ല. മഹാനായ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഇന്ന് ഇതിന്റെ കെടുതികൾ കേരളം പല ഭാഗത്തും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വാർത്തകൾ വായിക്കാൻ കഴിയാതെ നമ്മൾ വേദനിക്കുകയാണ്. അബദ്ധങ്ങൾ സംഭവിക്കാതിരിക്കാൻ ദീനിൽ നിർദ്ദേശിച്ച പെരുമാറ്റച്ചട്ടങ്ങൾ നമ്മൾ സൂക്ഷിക്കണം. അങ്ങനെ 12 വയസ്സ് വരേക്കുമുള്ള ബാല്യകാലം പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ 13 മുതൽ 18 വരെ കൗമാരകാലമാണ്. കൗമാരകാലം എന്ന് പറഞ്ഞാൽ അതൊരു കലികാലമാണ്. കുട്ടിത്വം വിട്ടിട്ടുമില്ല, യുവത്വത്തിലേക്ക് എത്തിയിട്ടില്ല. രണ്ടും ഘട്ട പ്രായം എന്ന് വേണമെങ്കിൽ പറയാം. ആ സമയത്ത് ആസ്വാദനങ്ങൾക്ക് വലിയ താല്പര്യം,
സൗന്ദര്യ പ്രദർശനത്തിലെ വലിയ മോഹം, ലക്ഷ്യബോധം തീരെയില്ല. ഭാവിയെക്കുറിച്ച് യാതൊരു ബോധവുമില്ല. അങ്ങനത്തെ ഒരു പ്രായം. ഈ പ്രായത്തിൽ കുട്ടികളെക്കാൾ പേടി പെൺകുട്ടികളെക്കാൾ പേടി ആൺകുട്ടികളെ എന്ന് പറഞ്ഞതുപോലെയാണ് ഓരോരുത്തരുടെയും രക്ഷിതാക്കളെ മക്കളെ ഓർത്തുള്ള നെഞ്ചിടിപ്പ് വർദ്ധിക്കുന്ന പ്രായമാണ് കൗമാരപ്രായം. 12 വയസ്സ് മുതൽ കുട്ടികൾ 8ാം ക്ലാസ് മുതൽ പിന്നെ പ്ലസ് ടു കഴിയുന്നത് വരെ ബേജാറിന്റെ കാലാണ്. കാരണം കൗമാരത്തിന്റെ ചാബല്യം, ബുദ്ധിമോശം, താൽക്കാലിക ആസ്വാദനത്തിന് എന്ത് വിലപ്പെട്ടതും ഈ കുട്ടി നശിപ്പിച്ചേക്കുന്ന സമയമാണ്. അതുകൊണ്ട് രക്ഷിതാക്കളുടെ കണ്ണും കാതും ശ്രദ്ധയും നിരന്തരമായി മക്കളിലേക്കുണ്ടാകേണ്ട സമയമാണ് കൗമാരപ്രായം. നമ്മളെ നിരീക്ഷണമില്ലാതെ മക്കൾ പറയുന്നതിന് മാത്രം വഴങ്ങി മാതാപിതാക്കൾ നിന്നുകൊടുത്താൽ നമ്മൾ കൈകടിക്കേണ്ടി വരുന്ന സമയമാണ്. ഈ സമയത്ത് ഏറ്റവും വലിയ പ്രത്യേകത കുട്ടികൾക്കിടയിൽ കമ്പനി കൂടാൻ വലിയ താല്പര്യമുള്ള കാലമാണ് കൗമാരക്കാലം. നമ്മളെ പ്രകൃതിയിൽ ഓരോരോ മോഹങ്ങൾ അള്ള തരികയാണ്. മറ്റുള്ളവരുമായിട്ട് കൂട്ടുകൂടാനുള്ള ഏറ്റവും വലിയ താല്പര്യം ഉണ്ടാവല് കൗമാരത്തിലാണ്. 12 വയസ്സ് വരെയുള്ള പ്രായമുള്ള കുട്ടിക്ക് കൂട്ടുകെട്ട് ഒരു പരിമിതി. സ്കൂളിനൊക്കെ വലിയ കമ്പനി, പുറത്തുനിന്നുണ്ടായാലും അവനോട് മുണ്ടൂല. അത്രയോല സൗഹൃദം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ കൗമാരത്തിലേക്ക് 13ലേക്ക് കടന്നാൽ പിന്നെ ഉമ്മനേക്കാളും വാപ്പനേക്കാളും വലിയതാരായിരിക്കും അവര് കൂട്ടുകാരായിരിക്കും. അവിടെ കൂട്ടുകെട്ടിനനുസരിച്ചാണ് ഇവന്റെ സ്വഭാവം ഇനി വഴിത്തിരിഞ്ഞു പോകുന്നത്. അള്ളാന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അൽ മർഉ അലാ ദീനി ഖലീലിഹി ഫൽയൻദുർ അഹദുക്കും മൻ യുഖാലിലു. ഏതൊരാളും തന്റെ കൂട്ടുകാരന്റെ സംസ്കാരത്തിലായിരിക്കും, സ്വഭാവത്തിലായിരിക്കും. അതിനാൽ ആരോടാണ് നിങ്ങളെ മക്കൾ കൂട്ടുചേരുന്നത് എന്ന് നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണേ. മക്കളുടെ കൂട്ടുകെട്ടെന്താ അതിനനുസരിച്ചല്ല. ഇപ്പം സാധാരണ മനുഷ്യരായിട്ടുള്ള കൂട്ടുകെട്ട് നമ്മളൊക്കെ കുട്ടികളെ കാലത്ത് എന്തൊക്കെ കളിയുണ്ടായിരുന്നു. കിങ് കളി കുട്ടിക്കാരെയോ കിങ് കളി ചുള്ളിയും കോലും, ഓട്ടിക്കളി, തൊട്ടുകളി, ഒളിച്ചുകളി, പോലീസും കള്ളനും കളിക്കുക, പമ്പരം കൊണ്ട് കളിക്കുക, 100 കൂട്ടം മണ്ണിന്റെ മണമുള്ള കളി ഉണ്ടായിരുന്നു. ഇപ്പൊ ആകെ കളി മുഴുവനും എന്താ കളി? ഗെയിം കളി. അത് കമ്പ്യൂട്ടറും മൊബൈലും മനുഷ്യന്മാരുമായിട്ട് ബന്ധമുള്ള ഒരു കളി. അയൽബന്ധമല്ല, നാട്ടുകാരോടുള്ള കൂട്ടുകാരോടില്ല, ആരോടും ബന്ധമല്ല. ഈ തരത്തിലുള്ള ബന്ധം ഇതിലൂടെ പോകുന്ന ലോകത്തിന് തുണിയില്ലാത്ത അറിയില്ലാത്ത ലോകമാണ്. ആ ലോകത്തേക്കാണ് നമ്മളെ കുട്ടി പോകുന്നതെങ്കിൽ തീർച്ച ആ കുട്ടിയെ നിങ്ങൾക്ക് നഷ്ടപ്പെടും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഉമ്മമാർക്ക് ലോകത്തെ കുറിച്ച് അറിയായ്മ ഉണ്ടാകും, പലർക്കും അറിവ് കുറവുണ്ടാകും. ഇതിന്റെ പേരിൽ എന്താണ് മക്കൾക്ക് കൊടുക്കേണ്ടതെന്നറിയില്ല. പലരും 7ാം ക്ലാസ് കഴിഞ്ഞാൽ മകള് പറയുന്നു, ഉമ്മ ഇനി ഞാന് ഹൈസ്കൂളിലല്ലേ പോണ, ദൂരണ്ടല്ലോ, കൊടുവള്ളി പോയി പോരണ്ടേ. അങ്ങനെ പോയി പോരും. വണ്ടി കിട്ടിയിലേക്ക് നിങ്ങളൊന്ന് വിളിച്ചു വെക്കാൻ ഒരു മൊബൈൽ ഉണ്ടായാലേ അവൻ ശരിയാ. അങ്ങനെ ഉമ്മ നല്ല എല്ലാ ഐറ്റുള്ള കൊരങ്ങനെ എണീച്ചു കൊടുക്കാന്ന് പറഞ്ഞ പിന്നെ ഇവരായിക്കോളും. കുട്ടികളൊക്കെ നമ്മൾ കാണുന്നില്ല. ബസ്സിന്ന് സംസാരിക്കുന്നു, ബസ് സ്റ്റോപ്പിൽ സംസാരിക്കുന്നു. നമ്മളൊരാളോട് ഫോണിൽ സംസാരിക്കുമ്പോ ഉമ്മനോടാണോ വാപ്പനോടാണോ ആങ്ങളമാരോടാണോ തിരിച്ചറിയില്ല നമുക്ക്. അന്യരോടാണെങ്കിൽ ഓളെ മൂക്ക് പറയില്ലേ ആരോടായി സംസാരിക്കുന്നത്? മറ്റേ തൽക്കാലാരാണ് കേൾക്കേണ്ട ഒരാവശ്യം ഉണ്ടാവില്ല. മോന്തമോ നോക്കിയാൽ അറിയാം ആരോടാണ് ഈ കിഞ്ചന വർത്തമാനം. അതിനാരാ ഇത് കയറ്റി കൊടുക്കാൻ? മറുതലയുള്ളതന്നെ കയറ്റി കൊടുക്കാൻ പറഞ്ഞത് ഇഷ്ടം പോലെ പൈസ. അങ്ങനെ പറയുന്നേ ഈ ചാബല്യത്തിന്റെ പ്രായത്തിൽ എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷമായിരിക്കും പിന്നെ നമ്മൾക്ക് ബോധം വരിക.
ഇത്തരം ഉപകരണങ്ങൾ കൊടുത്തല്ല നമ്മൾ മക്കൾക്ക് സമ്മാനം നൽകേണ്ടത്. അള്ളാന്റെ ഹബീബ് പറയുന്നുണ്ട്, ഒരു ഉമ്മയും ബാപ്പയും അവരെ മക്കൾക്ക് ഉന്നതമായ സംസ്കാരത്തെക്കാൾ മര്യാദയേക്കാൾ മെച്ചപ്പെട്ട ഒരു സമ്മാനവും കൊടുത്തിട്ടില്ല. നല്ല അതവും മര്യാദയും പഠിപ്പിച്ച കുട്ടിയെ കൊടുക്കണം വലിയ സമ്മാനം. നിങ്ങളെ മൊബൈലും ഇന്റർനെറ്റ് കണക്ഷനുമല്ല. അതുകൊണ്ട് കൗമാരത്തിൽ മക്കളുടെ തേരോത്തം ശ്രദ്ധിക്കണം. അവരെ കൂട്ടുകെട്ട് എന്ത് വായിക്കുന്നു, എന്ത് കേൾക്കുന്നു, കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ എന്താണ് അവരതിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിലേക്കൊരു കണ്ണ് ഉമ്മക്കും വാപ്പക്കും വേണം. ഇവരുപയോഗിക്കുന്ന കുപ്പായത്തിന്റെയും പാന്റിന്റെയും ഈശോക്കൊന്ന് പരിശോധിക്കണം. അതില് പാൻപരാഗുണ്ടോ, അതില് ബീഡിയുടെയും സിഗരറ്റിന്റെയും അംശങ്ങളുണ്ടോ, ഇവൻ വായിക്കുന്ന പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ അശ്ലീലമുണ്ടോ, ഇതൊക്കെ ശ്രദ്ധിക്കാതെ പോയാൽ കൗമാരത്തിൽ തന്നെ വഴിപഴച്ച് നമ്മൾക്ക് ദുഃഖവും കണ്ണീരും മാത്രം വരുന്ന മക്കളായി പോകും. കാത്തുരക്ഷിക്കുമാറാകട്ടെ. മാത്രം പറഞ്ഞ് തൽക്കാലം നിർത്തുന്നു. റാഹിമീനായ റബ്ബ് നമ്മുടെ ഈ മജ്‌ലിസ് ദുആക്ക് ഇജാബത്തുള്ള സദസ്സായി കബൂൽ ചെയ്യുമാറാകട്ടെ. മഹാന്മാരായ ആളുകൾ ഒരുപാട് വഫാത്തായ മാസമാണ്. മാത്രമല്ല സുന്നി കൈരളിയുടെ ഗർജനമായിരുന്ന തുടങ്ങി പണ്ഡിത ലോകത്തെ ഒരുപാട് മഹാന്മാർ, ഇപ്പറ്റ ഉസ്താദ്, ഇങ്ങനെ ഉൾപ്പെടെയുള്ള ഈ അടുത്ത കാലത്ത് കഴിഞ്ഞുപോയ ആലിമീങ്ങൾ, അതുപോലെ വലിയ ഗുരുനാഥന്മാർ അവരൊക്കെ മരണപ്പെട്ട മാസമാണ്. അവരൊക്കെ മുൻനിർത്തി നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ ഒന്ന് രണ്ട് സാധനങ്ങൾ ലേലം ചെയ്യാനുണ്ട്. നല്ല വിദഗ്ധരായ ലേലം വിളിക്കാരും ഇവിടെ ഉണ്ട്. അതിപ്പം ലേലം ചെയ്യും. പെട്ടെന്ന് വിളിച്ചെടുക്കാൻ തങ്ങൾ വരും. ദുആ ചെയ്തിട്ട് മാത്രമേ നമ്മൾ പിരിയാവൂ. നമ്മൾ ഈ മജ്‌ലിസിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം പ്രാർത്ഥനയാണ്. മഹാന്മാരെ പേരിൽ ഒരുമിച്ച് കൂടിയ മജ്‌ലിസിന്റെ ദുആ അല്ലാഹു കബൂലാക്കട്ടെ. ഈ പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുള്ള മജ്‌ലിസായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. Brother.